Hello. Hi, hello, good evening. എല്ലാവരും വീഡിയോസ് ഓൺ ചെയ്യാമോ? അൽമിക, ജാൻവി. യെസ് മറീസ, ഗുഡ് ഈവനിങ്. നീലാഞ്ജന, അൽമിക, വീഡിയോസ് ഓൺ ചെയ്യൂ പ്ലീസ്. യെസ്. So, yes, good evening and welcome to 90 Plus Double Power Tuition, the world's first learning assurance model. Okay, my name is Adira and I'm your max tutor. Okay, so as usual, നമുക്ക് തുടങ്ങുന്നതിന് മുന്നിട്ട് നമ്മുടെ 90 പ്ലസ് ഡബിൾ പവർ ട്യൂഷൻ്റെ ഹൈലൈറ്റ്സ് ഒന്ന് ജസ്റ്റ് പറയാം അല്ലേ. സോ നമ്മുടെ 90 പവർ ഡബിൾ പവർ ട്യൂഷൻ എന്ന് പറയുന്നത് 2 ഡേയ്സിലായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ മെയിൻലി ക്ലാസ്സസിന് കൺസെപ്റ്റ് ഡേയ്സ് ആയിട്ടും വർക്ക്ഔട്ട് ഡേയ്സ് ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, റൈറ്റ്? ആൻഡ് ഓൺ കൺസെപ്റ്റ് ഡേയ്സ് വാട്ട് ഡു വി ഡു? ഡേ 1 നമുക്ക് എന്തായിരിക്കും? ഡേ 1 നമുക്ക് കൺസെപ്റ്റ് ഡേ ആയിരിക്കും. ആൻഡ് ഓൺ കൺസെപ്റ്റ് ഡേയ്സ് നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ അന്ന് ഡിസ്കസ് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ചൂസ് ചെയ്തിട്ട് വി വിൽ ഡിസ്കസ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ കൺസെപ്റ്റ് അല്ലേ. ആൻഡ് ദ ക്ലാസ് വിൽ ബി ഇന്ററാക്റ്റീവ് വേ. യു ക്യാൻ ആസ്ക് യുവർ ഡൗട്ട്സ്. ഓക്കെ, ഓൾ യുവർ ക്വയറീസ് വിൽ ബി ക്ലിയർഡ്. ഓക്കെ നിലഞ്ജന, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ഷെയർ. സോ ദാറ്റ്സ് ഹൗ അവർ കൺസെപ്റ്റ് ക്ലാസ് വർക്ക്സ്, റൈറ്റ്? നമ്മൾ വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ട് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് കൺസെപ്റ്റ് തോറോ ആയിട്ട് പഠിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് പോകുന്നത്, നമ്മുടെ കൺസെപ്റ്റ് ഡേ ക്ലാസ്സസ് വൈൻഡപ്പ് ചെയ്യുന്നത് അല്ലേ. ആൻഡ് ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ, കൺസെപ്റ്റ് ഡേ ഇന്നാണെങ്കിൽ ദ വെരി നെക്സ്റ്റ് ഡേ വി ഹാവ് വർക്ക്ഔട്ട് സെഷൻ, റൈറ്റ്? ആൻഡ് ടുഡേ വി ആർ ഹാവിംഗ് ദ വർക്ക്ഔട്ട് സെഷൻ. അപ്പോൾ എല്ലാവരും പ്രിപ്പയർഡ് ആണോ? വർക്ക്ഔട്ട് സെഷനിൽ ബേസിക്കലി എനിക്ക് പണിയൊന്നുമില്ല. ഞാനിങ്ങനെ ചുമ്മാ ക്വസ്റ്റ്യൻ കാണിക്കും, ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കും, ടൈം തരും, ആൻഡ് ഐ വിൽ സിറ്റ് ദെയർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ക്വസ്റ്റ്യൻ ഒക്കെ വർക്ക്ഔട്ട് ചെയ്യും. ഞാൻ റാൻഡം ആയിട്ട് ആരുടെയെങ്കിലും ഒരു പേര് വിളിക്കും, ആൻഡ് ദാറ്റ് പേഴ്സൺ വിൽ ബി എക്സ്പ്ലെയിൻ ദാറ്റ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ടു മീ ആൻഡ് ദ ഹോൾ ക്ലാസ് അല്ലേ. ദാറ്റ്സ് ഹൗ അവർ വർക്ക്ഔട്ട് സെഷൻ വർക്ക്സ്. സോ ദാറ്റ് നമുക്ക് തൊട്ടടുത്ത രണ്ട് ദിവസങ്ങളിൽ വി ആർ ഡിസ്കസിങ് ദ സെയിം ടോപ്പിക് ആൻഡ് വി ആർ ഗോയിങ് ടു ദ സെയിം ക്വസ്റ്റ്യൻസ് അല്ലേ. സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ പോകുന്നത്. ആൻഡ് ഓൺ ദ വർക്ക്ഔട്ട് സെഷൻ നമ്മൾ പുതിയ ക്വസ്റ്റ്യൻസ് നമ്മൾ ഫേസ് ചെയ്യാണ്. സോ ദാറ്റ് നമ്മൾ എക്സാമിന് ഒരു പുതിയ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു പേടി നമുക്ക് എന്ത് ചെയ്യും? മാറിക്കിട്ടും അല്ലേ. നമ്മൾ വർക്ക്ഔട്ട് സെഷന് നമ്മൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇറ്റ് ഹെൽപ്സ് ഇൻ അറ്റൻഡിങ്. യെസ് അശ്വിൻ, this is the last day. Today is the last day of the chapter. Okay, yes, so that's how our classes work, right? Okay, സൗണ്ട് കേൾക്കുന്നില്ലേ? ഹലോ. നോർമലി എല്ലാവരും എൻ്റെ സൗണ്ട് മറ്റേ ചെവിയിൽ ഇങ്ങനെ തുളഞ്ഞ് കയറിയാണ്. മാം കുറച്ച് സൗണ്ട് കുറക്കണം എന്നാട്ടോ പറയാറ്. ഞാൻ കുറച്ച് സൗണ്ട് കുറച്ചായിരുന്നു. കേൾക്കുന്നില്ലടാ? കേൾക്കാത്ത ഇഷ്യൂ ഉണ്ടോ ആർക്കെങ്കിലും? സൗണ്ട് ഭയങ്കര കുറവാണോ? കുറവുണ്ടെങ്കിൽ പറയണേ. Yeah, today is the day 3 workout session. Today is the last day of the chapter. Today we are having the written exam. നമുക്ക് ലാസ്റ്റ് written exam ഉണ്ട് അല്ലേ. എല്ലാവരും പ്രിപ്പയർ ആയിട്ട് വന്നേക്കുവാണോ? പഠിച്ചിട്ടുണ്ടോ ചാപ്റ്റർ മൊത്തം? ഇപ്പോഴും ലോ ആണോ? എടാ വേറെ ആർക്കെങ്കിലും ലോ ആണോ? ഈസ് എനി അതേഴ്സ്? മോളെ ഒന്ന് റീജോയിൻ ചെയ്ത് നോക്കാവോ? പ്രാർത്ഥന, മേ ബി അവിടെ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ആണെങ്കിലോ. പ്ലീസ് ട്രൈ റീജോയിനിങ് പ്ലീസ്. പ്രാർത്ഥന, Ajit. We have more than one Prarthana, right? Prarthana Ajit. Okay, share. So, അപ്പോൾ എല്ലാവരും വർക്ക്ഔട്ട് സെഷനിൽ വർക്ക്ഔട്ടൊക്കെ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണോ? ഇതിന് പണിയുണ്ടല്ലേ. നമുക്ക് നോക്കാം കേട്ടോ. ഷെയർ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് എന്നാല് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നിട്ട് നമ്മൾ ഇന്നലെ ഒരു പ്രോബ്ലം ലാസ്റ്റ് നമ്മൾ പറഞ്ഞു വെച്ചായിരുന്നു. അപ്പോൾ ആ ഇന്നലെ പോയിട്ട് ഒന്നുകൂടെ അത് നോക്കിയിട്ട് വരണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടോ? ഇന്നലത്തെ ആ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം കുറച്ചൊരു ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു. നമ്മൾ ലാസ്റ്റ് ഇയർ പഠിച്ച ഇക്വേഷൻ സോൾവിങ്, എന്താ പറയുക, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഒരു കൺസെപ്റ്റ് ഒക്കെ നമ്മൾ അവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നോക്കിയായിരുന്നു എല്ലാവരും? ക്ലിയർ ആയിരുന്നു? അതിൽ ഡൗട്ട് ഉണ്ടോ? നമ്മൾ അതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഇന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലോട്ടേക്ക് പോകാവോ? വാട്ട് ഈസ് യുവർ സേ? വാട്ട്സ് യുവർ ടേക്ക്? പിന്നെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ? സ്പീഡ് ആണെങ്കിൽ ഞാൻ പറഞ്ഞോ കൃപ. മാം, ഇന്നലെ നമ്മൾ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാം കേട്ടോ. ഷെയർ. ഓക്കെ, ഒന്നുകൂടെ പറയാം. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ദെൻ വി വിൽ കണ്ടിന്യൂ അവർ ക്ലാസ്. ഓക്കെ, യെസ്. സോ നമുക്ക് ഇന്ന് ഡേ 3 വർക്ക്ഔട്ട് ആണ്. എടാ ജസ്റ്റ് ഒരു സെക്കൻഡ്.
ഓക്കെ, സോ നമുക്ക് ഇന്ന് ഡേ 3 വർക്കൗട്ട് ആണ്. ബട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഇന്നലത്തെ ആ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് അല്ലേ, ഒന്നുകൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഷെയർ നമുക്ക് ഇവർ ചെയ്ത ടൈപ്പുകൾ ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് കുറച്ചുകൂടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. നമുക്ക് നോക്കാം. ഓക്കെ, ഷെയർ ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ട് എല്ലാവർക്കും? ഡു എവരിവൺ റിമെമ്പർ ദ ക്വസ്റ്റ്യൻ? എന്തായിരുന്നു ക്വസ്റ്റ്യൻ പറയുന്നത്? The question says that there is a line called AB, അല്ലേ? There is a line called AB and we are given the coordinates of both the end points A and B, right? നോക്കിയേ, നമുക്ക് ഇവിടെ A യുടെ end point തന്നിട്ടുണ്ട്, B യുടെ end point it is given, right? See? Yeah, ഇവിടെ A യുടെ end point തന്നിട്ടുണ്ട് and also B യുടെ end point തന്നിട്ടുണ്ട്. It is given, ക്വസ്റ്റ്യനിൽ given ആണ്. പിന്നെ തന്നേക്കുന്നത് എന്താണ്? പിന്നെ പറഞ്ഞേക്കുന്നത് പിയും ക്യൂവും വെച്ചിട്ട് നമ്മൾ ഈ എ ബി എന്ന് പറഞ്ഞ ലൈനെ ട്രൈസെക്ട് ചെയ്യാണ്, അല്ലേ? വാട്ട് വാസ് ട്രൈസെക്ഷൻ എന്ന് നമ്മൾ പഠിച്ചു. എന്തായിരുന്നു ട്രൈസെക്ഷൻ? ഈക്വലി 3 പാർട്സ് ആക്കി നമ്മൾ വിളിക്കുക ട്രൈസെക്ഷൻ എന്ന് വിളിക്കുക, അല്ലേ? സോ നമ്മൾ പി എന്നും ക്യൂ എന്നും പറയുന്ന 2 പോയിന്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ എ ബി എന്ന് പറയുന്ന ലൈനിനെ 3 പാർട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ ഗിവൺ ദാറ്റ് പി ഈസ് ക്ലോസർ ടു എ ആൻഡ് ക്യൂ ഈസ് ക്ലോസർ ടു ബി. ജസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയുവാണേ. ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഓക്കെ, നൗ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടേ? നമുക്ക് പിയുടെയും ക്യൂയുടെയും കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് നോക്കാം. ഹിയർ പി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ആൻഡ് ക്യൂ. നമുക്കറിയാം അല്ലേ, പി എന്താണ്? എയുടെയും ക്യൂയുടെയും മിഡ് പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം x1 is equal to 4 plus x2 by 2, അല്ലേ? എന്താണ് മിഡ് പോയിന്റ് ഫോർമുല? നോക്കിയേ, ഇവിടെ പി, സോറി ഇവിടെ പി, ഇവിടെ എ, ഇവിടെ ക്യൂ, അല്ലേ? എയുടെ കോർഡിനേറ്റ്സ് 4, 7, ക്യൂയുടെ കോർഡിനേറ്റ്സ് x2 y2. അപ്പോൾ നമുക്കറിയാം പിയുടെ കോർഡിനേറ്റ് എന്തായിരിക്കും? 4 plus x2 by 2, അതുപോലെ തന്നെ 7 plus y2 by 2 ആയിരിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനെ x1 ആയി എടുത്തു, ഇതിനെ x2 ആയിട്ട് എടുത്തു. ഓക്കെ അല്ലേ? ഞാൻ വേറെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വേറൊരു മെത്തേഡ് എടുത്തേക്ക് വന്നേക്കുവാണ് കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് x1 is equal to 4 plus x2 by 2 and y1 is equal to 7 plus y2 by 2, അല്ലേ? നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ലൈൻ സെഗ്മെന്റ് എടുത്തപ്പോൾ പി ക്യൂടെ എടുത്തപ്പോൾ. ഓക്കെ അല്ലേ? ഓക്കെ, ശരി. ഇനി അതേപോലെ നമ്മൾ എന്ത് ചെയ്യാണ്? അതേപോലെ നമ്മൾ പി ബി എടുക്കുവാണേ. പി ബിയിൽ എന്താണ്? പി ബിയിൽ ക്യൂ ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് പി ബി, അല്ലേ? പിയുടെയും ബിയുടെയും മിഡ് പോയിന്റ് ആണ് ആര്? ക്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തറിയാം? ക്യൂയുടെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? ക്യൂയുടെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? ക്യൂയുടെ കോർഡിനേറ്റ്സ് x1 plus 16 by 2, അല്ലേ? അതായത് x1 plus 16 by 2 ആയിരിക്കും നമ്മുടെ x കോർഡിനേറ്റ്. y കോർഡിനേറ്റ് എന്തായിരിക്കും? y1 plus -2 by 2. ഓക്കെ അല്ലേ? ഇത് ഓക്കെ ആണോ? ഇത്രയും ആർക്കും ഡൗട്ട് ഉണ്ടായിരുന്നില്ല അല്ലേ ഇന്നലെ? നമുക്ക് ഈ y1 plus -2 നമുക്ക് എങ്ങനെ എഴുതാം? y1 minus 2 by 2 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്തെടുക്കാം? x2 is equal to x1 plus 16 by 2 എന്നും y2 is equal to y1 minus 2 by 2 എന്നും എഴുതാം. ഇത്രയും ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഉണ്ടോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിവൺ? കാരണം ആ ഓരോ പാർട്ടായിട്ട് ക്ലിയർ ചെയ്ത് പോവാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിവൺ? ഇല്ല, ശരി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇനി നമ്മൾ ഇവിടെ നമുക്ക് x1 equal to എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്, അല്ലേ? യെസ്, ഫ്രം ഇക്വേഷൻ നമ്പർ 1 we have x1 is equal to 4 plus x2 by 2, അല്ലേടാ? 4 plus x2 by 2. ഓക്കെ, ഇനി ഇക്വേഷൻ 3 എന്താ പറയുന്നത്? ഇക്വേഷൻ 3 says x2 equal to, അല്ലേ? x2 equal to y2, സോറി x2 അല്ലേ? x2 is equal to x1 plus 16 by 2, അല്ലേ? നോക്കിയേ, x2 is equal to x1 plus 16 by 2. ഇത് രണ്ടും നമുക്കറിയാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അറിയാവോ? ഈ x2യുടെ ഇക്വേഷനിൽ ആരുണ്ട്? x1 ഉണ്ട്, അല്ലേ? x2ന്റെ ഇക്വേഷനിൽ x1 ഉണ്ട്. നമ്മൾ ഈ x1ന്റെ വാല്യൂ വി ആർ ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് ഇൻ x2. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും? സോ വി ഹാവ് x2 is equal to, നമുക്ക് ആദ്യം ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം ഒന്നുകൂടെ എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടി കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? x1 by 2 പ്ലസ്, അല്ലെങ്കിൽ നമുക്ക് 1 by 2 പുറത്തേക്ക് എടുക്കാം, അതായിരിക്കും എളുപ്പം. ഓക്കെ, നമുക്കിതിനെ 1 by 2 into x1 plus 16 എന്ന് എഴുതാലോ? കുഴപ്പമില്ലല്ലോ? ആർക്കും ഡൗട്ടില്ലല്ലോ? ഡൗട്ട് ഉണ്ടോ? 1 by 2 പുറത്തേക്ക് ഡൗട്ട് ഉണ്ടല്ലോ? ഇല്ല, ശരി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? വിച്ച് ഇസ് ഈക്വൽ ടു 1 by 2 into x1 നമുക്ക് എന്ത് എഴുതാം? 4 plus x2 by 2 എന്ന് എഴുതാം, അല്ലേ? 4 plus, because x1 is equal to 4 plus x2 by 2 നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. യെസ്, പ്ലസ് 16.
ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, LCM കാണുകയാണ് രണ്ടും കൂടെ. അപ്പോൾ LCM കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ ഇതിനെ × 2 ചെയ്താൽ മതി, ഇവിടെയും × 2 ചെയ്താൽ മതി. ഓക്കെ ആണോ? ബിക്കോസ് രണ്ടിനെയും പ്ലസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്, ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ഓക്കെ, 2 വിൽ ബി ദ LCM. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/2 × 4 + x2/2 + 60 × 2 എത്രയാ? 32/2 എന്ന് കിട്ടും. ഇത്രയും ഓക്കെ അല്ലേ? ഇത്ര എല്ലാവർക്കും ഓക്കെ അല്ലേ? നമുക്കത് സോൾവ് ചെയ്യാം. നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടൂടാ? x2 = 1/2 × 2 നമ്മൾ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി അല്ലേ? നമുക്ക് എന്ത് കിട്ടും? 4 + x2 + 32 എന്ന് കിട്ടും. റൈറ്റ്? ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് ഈ 2നെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാലോ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 + 32 എത്രയാ? 36 അല്ലേ? 36 + x2/2 2 അല്ല, 2 × 2 4 അല്ലേ? 2 × 2 4 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 4നെ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ 4x2 = 36 + x2 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഈ x2നെ കൂടെ ലെറ്റസിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4x2 - x2 = 36 എന്ന് കിട്ടും. ഓക്കെ, 4 - 1 3 ആണ്. സോ വി ഹാവ് 3x2 = 36. നമ്മൾ ഇന്നലെ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് സെയിം ഇക്വേഷനിലേക്ക് കിട്ടിയാൽ മിക അല്ലേ? ലാസ്റ്റ് നമ്മൾ ഇന്നലെ സോൾവ് ചെയ്തപ്പോൾ യെസ് 3x2 = 36 കിട്ടിയത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3x2 = 36 തന്നെ കിട്ടും. സോ വി ഹാവ് x2 = 36/3 അല്ലേ? അപ്പോൾ എത്രയാ അത്? ഇറ്റ് ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് x2യുടെ വാല്യൂ എന്ത് കിട്ടിയടാ? 12 എന്ന് കിട്ടി. ഇത്രയും ഓക്കെ ആണോ? x2യുടെ വാല്യൂ 12 കിട്ടിയത് എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, ശരി. ഇനി നമുക്ക് ബാക്കി നോക്കാം അല്ലേ? സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? x2യുടെ വാല്യൂ 12 കിട്ടി. ഇനി ഇക്വേഷൻ നമ്പർ 1 എന്താ പറയുന്നത്? ഇക്വേഷൻ നമ്പർ 1 സേസ് ദാറ്റ് what is equation number 1 say? x1 is equal to 4 + x2/2 അല്ലേ? നോക്കിയേ, ഇക്വേഷൻ നമ്പർ 1 എന്താ പറയുന്നത്? x2 is equal to 4 + x2/2. അപ്പോൾ നമുക്കറിയാം x2 എത്രയാണ്? x2 12 ആണ്. അപ്പോൾ 4 + 12/2 ആയിരിക്കും അല്ലേ? അതായത് 16/2 ആയിരിക്കും, അതായത് 8 ആയിരിക്കും. അപ്പോൾ x1ന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 8 കിട്ടി. ക്ലിയർ ആണോ? x2 is equal to എത്ര കിട്ടി? 12 കിട്ടി. അപ്പോൾ നമുക്ക് x2ന്റെ വാല്യൂ എത്ര കിട്ടിയടാ? 12 കിട്ടി. ആൻഡ് x1ന്റെ വാല്യൂ എത്ര കിട്ടി? x1ന്റെ വാല്യൂ 8 കിട്ടി. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, എന്താണ് ഇതേപോലെ നമ്മൾ y1 y2 സോൾവ് ചെയ്യാണ്. ഓക്കെ, നമുക്ക് y1 = പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്, y2 = പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ? സോ വി ഹാവ് y1 is equal to 7 + y2/2 അല്ലേ? അതേപോലെ വി ഹാവ് y2 is equal to y1 - 2/2 അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? നമുക്ക് ഇത് എന്ത് ചെയ്യാം? ഹാഫ് ഓഫ് y1 - 2 എന്ന് എടുക്കാം അല്ലേ? അത് അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹാഫ് ഓഫ് y1 എത്രയാണ് വരുന്നത്? 7 + y2/2 അല്ലേ? y1 എത്രയാണ്? 7 + y2/2. നമ്മൾ എന്ത് ചെയ്യാണ്? അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് അല്ലേ? 7 + y2/2 - 2 എന്ന് കിട്ടും. അപ്പോൾ 2 എന്ന് വെച്ചാൽ 2/1 ആണ്. LCM എടുക്കുമ്പോൾ 2 ആണ് LCM. അപ്പോൾ × 2 മേലും താഴെയും ചെയ്യുക. സോ ദാറ്റ് LCM becomes same അല്ലെ? സോറി, ഡിനോമിനേറ്റർ becomes same അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? which is equal to 1/2 × whole divided by 2 അല്ലേ? ഒരുമിച്ച് എഴുതും. then we have 7 + y2 - 4 എന്ന് കിട്ടും. ക്ലിയർ? സോ വി ഹാവ് 1/2 × 7 - 4 3 അല്ലേ? 3 + y2/2. അപ്പോൾ നമ്മൾ ഉള്ളോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഹാവ് 3 + y2/4. ഓക്കെ അല്ലേ? അപ്പോൾ y2 is equal to 3 + y2/4 എന്ന് കിട്ടി. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ മക്കളെ. അപ്പോൾ ക്ലിയർ ചെയ്ത് പോണേ. ഇല്ല, ശരി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെടുക്കാം? y2 is equal to 3 + y2/4 എന്ന് കിട്ടി അല്ലേ? നമുക്ക് y2 ആണ് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഈ 4നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4y2 is equal to 3 + y2 എന്ന് കിട്ടും അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ y2നും ഒരു സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് 4y2 - y2 is equal to 3 എന്ന് കിട്ടും. 4y2 - y2 is equal to 3 എന്നുണ്ട്. 4y2 - y2 എത്രയാടാ? 3y2. അപ്പോൾ 3y2 is equal to 3. അപ്പോൾ y2 is equal to 3/3 which is equal to 1 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? y2യുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ നമുക്കറിയാം y1 is equal to എത്രയാ? y1 is equal to 7 + y2/2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7 + 1/2 അല്ലേ? അതായത് 7 + 1 എന്ന് പറയുമ്പോൾ 8/2. അപ്പോൾ which is equal to 8/2 which is equal to 4. അപ്പോൾ നമുക്ക് y1ന്റെ വാല്യൂ 4 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? y1ന്റെ വാല്യൂ എത്രയാ? y1ന്റെ വാല്യൂ 4 ആണ്. y2യുടെ വാല്യൂ 1 ആണ്. ക്ലിയർ ആണോ? എല്ലാവർക്കും
ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ആരും മാം എന്ന് വിളിച്ച പോലെ തോന്നി? എനിവൺ ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കണേ മക്കളെ അപ്പം തന്നെ. ഇല്ല. ഓക്കെ, ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് 2 പോയിന്റ്സ് കിട്ടി. ഏതൊക്കെയാണ് 2 പോയിന്റ്സ്? പി എന്ന് പറയുന്ന പോയിന്റ് P84 അല്ലേ? അപ്പൊ നമ്മുടെ പോയിന്റ്സ് എന്തൊക്കെയാണ്? നമ്മുടെ പോയിന്റ്സ് P8,4ഉം അതുപോലെ തന്നെ ക്യൂവിന്റെ കോർഡിനേറ്റ്സ് ആരൊക്കെയാ? 12,1 അല്ലേ? P8,4 ആൻഡ് Q 12,1. യെസ്. ഓക്കെ, എടാ ആർക്കെങ്കിലും എൻ്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ലൈക്ക് വേറെ ആർക്കെങ്കിലും ബ്രേക്ക് ആവുന്നുണ്ടോ? എല്ലാവർക്കും ഇഷ്യൂ ഉണ്ടോ അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം ഇഷ്യൂ ആണോ? ഹലോ, പറഞ്ഞോ. ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ പറയണേ. ആ പറ. ബ്രേക്ക് ആവുന്നുണ്ട്. എല്ലാവർക്കും ബ്രേക്ക് ആവുന്നുണ്ടോ മക്കളെ? ആവുന്നില്ല. ഓക്കെ ഓക്കെ. ആ ഓക്കേടാ. ഓക്കെ ഓക്കെ. മറീസ ഒന്ന് റീജോയിൻ ചെയ്ത് നോക്കാവോ മോളെ? ഓക്കെ ഓക്കെ ഓക്കെ. ഷെയർ. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ടേക്ക് കടക്കാം അല്ലേ? യെസ്. സോ നമുക്കിന്ന് ഡേ 3 വർക്ക്ഔട്ട് ആണ് അല്ലേ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ കിടക്കാം അല്ലേ? ദിസ് ഇസ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാവരും വീഡിയോസ് ഒക്കെ ഓൺ ചെയ്ത് റെഡി ആയിട്ടിരിക്കണേ. ദിസ് ഇസ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ഐ എം ഗിവിംഗ് യു ഗൈസ് 6 minutes ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, 6 minutes. 6 മിനിറ്റ് തരാം. ഓക്കെ, 6 minutes ഫോർ ദിസ് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് ചെയ്തോ. എടാ ഗ്രാഫിക്കൽ അല്ല കേട്ടോ, നമുക്കിത് ഗ്രാഫിക്കലായിട്ടല്ല. ബെറ്റർ യു ഡൂ ഇറ്റ് നമുക്ക് നമ്മൾ പഠിച്ച ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഗ്രാഫിക്കലി നമുക്ക് സോൾവ് ചെയ്യാം, ബട്ട് യു ഹാവ് ടു ഡൂ ഇറ്റ് തിയറട്ടിക്കലി. ഓക്കെ.
എടാ ഫിനിഷ് ചെയ്ത ആൾക്കാർ ചാറ്റ് ബോക്സിൽ ആൻസേഴ്സ് ഇടണേ. ഫിനിഷ് ചെയ്ത ആൾക്കാർ ചാറ്റ് ബോക്സിൽ ആൻസേഴ്സ് ഇടണേ കേട്ടോ. And please make sure you send direct message and not in the group. എടാ ക്വസ്റ്റ്യൻ തന്നേക്കുമല്ലേ, ആൻസർ ചെയ്യുമ്പോൾ കാണിച്ചു കേട്ടോ. ഓക്കെ, ആൻസർ ചെയ്യുമ്പോൾ കാണിച്ചു കേട്ടോ. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സോൾവ് തന്നേക്കുമല്ലേടാ. ഓക്കെ, ശരി, ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഓക്കെ, സോ ടൈം അപ്പ് ആയി, 6 minutes ആയി. റൈറ്റ്, ഞാൻ ആരാ വിളിക്കാം? ഹരിഗോവിന്ദേ, ഹെൽപ്പ് ചെയ്യാവോ? സി ഹരിഗോവിന്ദ് ചെയ്യാം. മ്യൂട്ട് മിസ്സേ, അൺമ്യൂട്ട് ഞാൻ ചെയ്യണം. ഇന്നലെ പാതിക്കായിരുന്നു കേറിയ. എന്റെ കൈ പൊട്ടി ഹോസ്പിറ്റലിനുള്ളിൽ. ഓക്കെ. ഇന്നത്തെ റെക്കോർഡ് സെഷൻ കാണാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? ഇല്ല, പാതി കേറി 30 കേറി. ഓക്കെ ഓക്കെ ഓക്കെ. മോനെ വീട് എവിടെയാടാ? ലോകനാർക്കാവ്, വടകര. വടകര. ഓക്കെ ഫൈൻ, ശരിടാ. ഓക്കെ, നോക്കണേ, റെക്കോർഡ് സെഷൻ കാണണം കേട്ടോ. ആ, മനസ്സിലായിട്ടായിരുന്നു, നിനക്ക് കേട്ട് മനസ്സിലായിരുന്നു? പ്രോബ്ലം ചെയ്യാൻ മനസ്സിലായോ? മിഡ് പോയിന്റിന്റെ എന്തെല്ലോ തിരിഞ്ഞു. മിഡ് പോയിന്റ് തിരിഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇന്ന് കൂടെ ഒന്ന് മര്യാദയ്ക്ക് ശ്രദ്ധിക്കുക, മാമിന് എടുക്കുന്ന റെക്കോർഡ് സെഷൻ വാങ്ങിക്കുക. ഓക്കെ ആ, ഓക്കെടാ, ശരി. എന്നാ ശ്രേയലക്ഷ്മി പറഞ്ഞു തന്നെ. ശ്രേയലക്ഷ്മി, ശ്രേയലക്ഷ്മി എ. അൺമ്യൂട്ട് ചെയ്ത മോളെ. ശ്രേയ. ഓക്കേടാ, ശരി. ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യാവോ? വേറെ എവിടെന്നോ ഒരു വോയിസ് കേൾക്കുന്നുണ്ടേ. അടാ, if you're talking, I'm not hearing anything, ശ്രേയ. വീഡിയോ ഓഫ് ആയല്ലോ ഇപ്പോ. ചെയ്യാൻ പറ്റുന്നില്ലേ? Why is it taking so much time? ഒരു 3 മിനിറ്റും കൂടി തരുമോ? 3 മിനിറ്റ് കൂടി വേണം. ശരി, ഓക്കെ, 3 മിനിറ്റ് കൂടെ തരാവേ. 3 മിനിറ്റ് കൂടെ തരാം. ഓക്കെ, ആക്ച്വലി ഇതിന് 6 മിനിറ്റേ വേണം കേട്ടോ. ചെയ്തോണ്ടിരിക്കുക. എന്നാൽ പെട്ടെന്നേ, 3 മിനിറ്റ് കൂടെ ഉണ്ട്. ആരാ 3 മിനിറ്റ് ചോദിച്ചിട്ടുണ്ടായത്? ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന്, ഞാൻ ഹാൻഡ് റൈസ് ചെയ്തിട്ട് ഞാൻ കണ്ടില്ലെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണേ, മാം ഒന്ന് വിളിക്കണേ കേട്ടോ.
എല്ലാവരും വീഡിയോസ് ഓൺ ചെയ്യാമോ? വീഡിയോ ഒക്കെ ഓഫാക്കി വെച്ചേക്കോ എല്ലാവരും. എല്ലാവരും ഓൺ ചെയ്തേ. ഞാൻ ഓരോ ആൾക്കാരുടെ പേര് ഇങ്ങനെ വിളിക്കണോ? വേണ്ടല്ലോ. നോഹിൻ, കൃപ, ഏഞ്ചലിൻ, ജാൻവി, ഗൗരി ലക്ഷ്മി, ആരസ്, റൂബി മറിയ, ജിഷ, എല്ലാവരും ഓൺ ചെയ്തേ. വീഡിയോസ് ഓൺ ചെയ്തേ. യെസ് യെസ് യെസ്. ഓക്കെ ഓക്കെ ഗൗരി, കുഴപ്പമില്ല. ഇന്നൊരു എക്സ്ക്യൂസ് തരാം കേട്ടോ. എടാ 6:30 ക്ലാസ്, 6:30 തന്നെ വരണേ. ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യല്ലേ. 3 മിനിറ്റ്സ് ഇപ്പൊ കഴിയൂട്ടോ. ശ്രേയലക്ഷ്മി റെഡി ആയിട്ടില്ലേ? ഓക്കെ അല്ലേ ശ്രേയ? എടാ ആൻസേഴ്സ് അങ്ങനെ അയച്ചാലേ. ഓക്കെ, സോ ടൈം അപ്പ് ആയി. ഞാൻ ഒന്നും കൂടെ പറയാം കേട്ടോ. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് വിൽ ബി ഡിസ്കസിങ് കേട്ടോ. നമുക്ക് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടേ പോകത്തുള്ളൂ മരീസ. ഓക്കെ, ഡോൺ വറി. യെസ് ശ്രേയ പറഞ്ഞു മോളെ. 3 മിനിറ്റ്സ് കൂടെ കഴിഞ്ഞു. ദേവനന്ദൻ പറയടാ. ഡൗട്ടാണോ? ആൻസർ. അല്ല, ഒരു മിനിറ്റേ. നമുക്ക് ശ്രേയയുടെ മോളി വിളിച്ചു പോയില്ലേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ. ചോദിക്കാം. ഓക്കെ ശരി. ഓക്കെ. ഓ സോറി ജിഷ, ഞാൻ മറന്നുപോയതാട്ടോ. ഇന്നലെ പറഞ്ഞായിരുന്നു അല്ലേ. ഐം സോറി കേട്ടോ. ഓക്കെ ശരി, പറഞ്ഞോ ശ്രേയ. എവിടെ പോയി ശ്രേയ? യെസ്. ആ പറയടാ, എങ്ങനെ ചെയ്യുന്നത് നമ്മള്? വാട്ട്സ് ദ ക്വസ്റ്റ്യൻ സേസ്? Question വായിച്ചേ. Midpoint of the sides of triangle ABC are the points Hmm. D, E, and F. Hmm. Given that the coordinates of D, E, and F are 5, 6, 5, and 3, 0, respectively. 3,0 ആണോ? 0, 3. ആ ഓക്കെ. Find the coordinates of A, B, and C. ഓക്കെ ശരി. അപ്പൊ എന്തൊക്കെ ഗീവൺ? ABC ഒരു ട്രയാങ്കിൾ ആണ് അല്ലേ? വേറെ തന്നേക്കുന്നേ. വാട്ട് ഇസ് ദ അതർ പോയിന്റ് ടു ബി നോട്ടഡ്? ABC is a triangle, then D, E, and F are the points. എന്ത് പോയിന്റ്സ് ആ? മിഡ് പോയിന്റ്സ് അല്ലേ? ആ 3 സൈഡ്സിന്റെ മിഡ് പോയിന്റ്സ് ആണ് ഡി, ഇ ആൻഡ് എഫ് അല്ലേ? ഡി ആരുടെ മിഡ് പോയിന്റ് ആണ്? ഡി ആരുടെ മിഡ് പോയിന്റ്? ആദ്യം ഒരു മിനിറ്റ്. എന്താടാ? ചോദിക്ക്. ഒരു മിനിറ്റ് ശ്രേയ പറ. മിസ് വൈര് താഴെ 1, 2, 3 അങ്ങനെ ഇടയില്ല, അതെന്താ? വൈയുടെ താഴെ 1, 2, 3യോ? വൈരും എത്തുന്നുണ്ടോ? അത് നമ്മൾ ചുമ്മാ നമ്മള് x1 y1, അതായത് എക്സ് കോർഡിനേറ്റിന് എക്സ് എന്നും വൈ കോർഡിനേറ്റ് വൈ എന്ന് കാണിക്കുന്നു. ഇവിടെ നമുക്ക് 3 വാരിയബിൾസ് കണ്ടുപിടിക്കണം. അവിടെ നമ്മള് അതിന് ഡിഫറൻഷിയേറ്റ്. നിനക്ക് ഏന x1 y1 x1 എന്ന് പറയാം, y1 എന്ന് പറയാം. x1 തന്നെ വായിക്കുക. എങ്ങനെ വായിക്കാന്നല്ല ക്വസ്റ്റ്യൻ. നിനക്ക് വേണമെങ്കിൽ a x1 y1 എടുക്കാം, അല്ലെങ്കിൽ b x1 y1 എടുക്കാം. ഏത് എടുക്കണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഇഷ്ടമുള്ളത് പോലെ എടുക്കാം. ഓക്കെ ശരി. ശ്രേയ പറഞ്ഞോടാ. ശ്രേയ പറയടാ. ഫ്ലോ പോയല്ലേ? സോറി. പറ. D, midpoint of BC. ബിസിയുടെ മിഡ് പോയിന്റ്. ഇയോ? AB. എബിയുടെ മിഡ് പോയിന്റ്. ശരി. എഫോ? AC. AC. ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? Coordinates of A, B, and C. നമുക്ക് എ ബി സിയുടെ കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ വാട്ട് ഈസ് യുവർ ഐഡിയ? എങ്ങനെയാ കണ്ടുപിടിക്കാൻ പോകുന്നത്? പറഞ്ഞോ. ഒരു മിനിറ്റ് ദേവനന്ദ, ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാവേ. പറ ശ്രേയ. Midpoint formula use ചെയ്ത് മിഡ് പോയിന്റ് ഫോർമുല യൂസ് ചെയ്യാം അല്ലേ? ബിക്കോസ് നമുക്ക് തന്നിട്ടുണ്ട് മിഡ് പോയിന്റ് ആണെന്ന്. അപ്പൊ നമ്മൾ എന്തായാലും എന്ത് യൂസ് ചെയ്യേണ്ടി വരും? മിഡ് പോയിന്റ് ഫോർമുല യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, മിഡ് പോയിന്റ് ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് എന്തൊക്കെ കിട്ടും? വാട്ട് ഡു വി ഗെറ്റ്? യൂസ് ചെയ്തോ, മിഡ് പോയിന്റ് ഫോർമുല യൂസ് ചെയ്തോ. D
ഡിയുടെ D is കോർഡിനേറ്റ് equal d 5,1 is equal to പറഞ്ഞോ. x2 plus x3 by 2. വെരി ഗുഡ്. x2 plus x3 by 2 അല്ലേ? വൈ? ബിക്കോസ് ഇറ്റ് ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി സി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? x2 plus x3 by 2 എടുക്കാം. ദെൻ y കോർഡിനേറ്റ് y2 plus y3 by 3. വെരി ഗുഡ്. 3യോ? അവിടെ 3 വന്നത് മിഡ് പോയിന്റ് ഫോർമുലയില്? 2. ഓക്കെ. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു y2 plus y3 by 2 അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഇക്വേറ്റ് ചെയ്യാവോ? ഇത് ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞ് എഴുതാൻ പറ്റും. ഓക്കെ. മോൾ എങ്ങനെ ചെയ്ത് പറഞ്ഞു ബാക്കി പറഞ്ഞു 2 plus x അല്ല ഇല്ല, മോൾ ചെയ്ത് പറഞ്ഞോ. ഞാൻ കൺഫ്യൂസ് ചെയ്യുന്നില്ല. പറഞ്ഞു x is equal to 2 അല്ലല്ലോ. x is equal to 2 plus x. x is equal to 2 plus x. നമുക്ക് x മാത്രം ഇല്ലല്ലോ. വി ഹാവ് x1 x2 ആൻഡ് x3. ലെറ്റ് അലോൺ x നമുക്ക് ഇല്ലല്ലോടാ. ശ്രദ്ധിച്ചിരിക്കേ. അടുത്ത ആളോട് ചോദിക്കാം അല്ലേ? അവിടെ വരെ ചെയ്തുള്ളൂ. ഇതുവരെ കറക്റ്റാ, പക്ഷെ തുടക്കേ ആയുള്ളൂ. ബാക്കി കൂടി ചെയ്യണ്ടേ? എടാ 6 3 9 മിനിറ്റ് തന്നിട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മാക്സിമം 5 മിനിറ്റ്സിൽ ചെയ്ത് തീർക്കണം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. കുഴപ്പമില്ല. ഫസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും. കുഴപ്പമില്ല. ഓക്കെ. പക്ഷെ എന്നാലും ഫസ്റ്റ് സെന്റൻസ് ഫസ്റ്റ് ഒരു ലൈൻ മാത്രമേ ചെയ്തുള്ളൂ. ബാക്കി കൂടി ചെയ്യണ്ടേ? അറ്റ്ലീസ്റ്റ് ഒരു 5-6 ലൈൻ ആയിട്ട് കഴിഞ്ഞിട്ടില്ല മാം എന്ന് പറഞ്ഞാൽ ഓക്കെ, റീസണബിൾ. 10 മിനിറ്റോളം തന്നിട്ട് ആകെ ഒറ്റ ലൈൻ എഴുതിയിട്ട് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവുന്നേ? കുഴപ്പമില്ല. ശ്രദ്ധിക്കേ. ശരി. ആരാ? എന്താ മോനെ ഡൗട്ട്? ആൻസർ പറയാനാണോ? ഓക്കെ. അപ്പൊ എനിക്ക് അറിയാം എനിക്ക് ഇതിന്റെ ആൻസർ അറിയാന്നല്ലേ. നമുക്ക് വേറെ ആൾക്കാരെ പിടിച്ചാലോ? വേണ്ട. എന്നാ ശരി പറഞ്ഞോ. നിന്റെ ഒരു ആഗ്രഹമല്ലേ? ശരി പറഞ്ഞോ. എന്തോ പറഞ്ഞു? ഞാൻ ചെയ്ത ഓക്കെ പറ. verticals of a triangle ABCB. A is x1 comma y1. Okay. B x2 comma y2. Okay. C x3 comma y3. ഓക്കെ. നമ്മൾ എ x1 y1 എടുത്തു, ബി x2 y2 എടുത്തു, സി x3 y3 എടുത്തു. ഓക്കെ, വെരി ഗുഡ്. ദാൻ D 5 comma 1 is midpoint of BC. Yes, D 5,1 is midpoint of BC. Okay. So D 5,1 is midpoint of BC. അപ്പോൾ നമുക്ക് എന്ത് പറയാം? E 6,5 is midpoint of AB. Okay. F അതെവിടെ എഴുതി വെക്കാം അല്ലേ? 6,5 is midpoint of AB. പിന്നെ F0,3 is midpoint of AC. Midpoint of AC. Okay. The midpoint formula D. Applying midpoint formula. Okay. D is equal to x2 plus y3 by 2. Okay. അതായത് D 5,1 is equal to പറഞ്ഞോ x2 plus x3 by 2 comma y comma y2 plus y3. Yes, y2 plus y3 is equal to കഴിഞ്ഞോ y2 plus y3 വരെ ഉള്ളോ? അല്ല, അതിന്റെ താഴെ 2 ഉണ്ട്. by 2 അല്ലേ? y2 plus y3 by 2. Okay, then equal to 5,1. ഓക്കെ. നമ്മൾ ഇപ്പത്തെ എഴുതി D 5,1 is equal to എഴുതി. ശരി. then E x1 x2 by 2. മനസ്സിലായില്ല. ഓക്കെ. E 6,5. ഓക്കെ. E 6,5 is equal to
x1 ആ x2 x1 x2 ഒന്നും അല്ലേ, കൃത്യമായിട്ട് പറഞ്ഞു തരണേ. x1 x2 ഒന്നും അല്ല, x1 x2 വെച്ചാൽ x1 ഇൻറ്റു x2 എന്ന അർത്ഥം. x1 ഇൻറ്റു x2 ആണോ? x1, x2 അല്ല, x1 ഞാൻ x1, x2 എന്നാണ്. x1 പ്ലസ് x2 ബൈ 2 അല്ലേ മിഡ് പോയിന്റ് ഫോർമുല അല്ലേ? നോക്കിയേ, എ ഇ എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് മിഡ് പോയിന്റ് ആണ് ഇ. അപ്പൊ അതിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ n പോയിന്റ്സിന്റെ എക്സ് കോർഡിനേറ്റ്സിന്റെ ആവറേജ് ആയിരിക്കും അല്ലേ? x1 പ്ലസ് x2 ബൈ 2 അല്ലേ? നമ്മൾ അങ്ങനെ പഠിച്ചേക്കുന്നേ, x1 പ്ലസ് x2 ബൈ 2, റൈറ്റ്? പ്ലസ് ആണ് കേട്ടോ. ആ പറഞ്ഞോ അടുത്ത. x1 y1 plus y1 plus y2 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 by 2. Okay, y1 plus y2 by 2. Okay, then f x1 plus x3 f0, 3 അല്ലേ? f0, 3. ആ f0, 3 is equal to പറഞ്ഞോ. x1 x1 plus x3 x1 plus x3 by 2 by 2. Very good. പിന്നെ comma y1 plus y2 by 2. y2 ആണോ? എടാ y2 y3 ഒക്കെ മാറിപ്പോയാൽ പോയി കേട്ടോ. y3 അല്ലേ? എഫ് എന്ന് പറയുമ്പോ എ സിയുടെ മിഡ് പോയിന്റ് ആണ്. അപ്പൊ y1 പ്ലസ് y3 ബൈ 2 ആണ്. ഓക്കെ, എന്നിട്ട് then x2 plus x3 is equal to 10. അതെങ്ങനെ കിട്ടിയത്? That നീ ഇത് എവിടെയാ നോക്കി കോപ്പി ചെയ്തയാണോ? അല്ല മിസ്, ഇത് ക്ലാസ്സിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയായിരുന്നു. ഓക്കെ അപ്പൊ അതില് ഇങ്ങനെയാണ് ഞാൻ എഴുതിയത്. ഓക്കെ, അപ്പൊ നീ ഇപ്പൊ ചെയ്തില്ലേ ക്വസ്റ്റ്യൻ? ഓൾറെഡി എഴുതിയ ക്വസ്റ്റ്യൻ നോക്കി വായിക്കുകയാണോ? അത് കുറച്ചറിയാം, അപ്പൊ കുറച്ച് ഞാൻ നോട്ട് നോക്കിയതാണ്. കൊള്ളാലോ, നീ നോട്ടിലെ ബുക്ക് നോക്കിയാണ് ഇപ്പൊ വായിച്ചിരുന്നത്. നിനക്ക് അടി നല്ലോണം കിട്ടും കേട്ടാ. നീ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, ചോദിച്ചു വാങ്ങിച്ചതാ. പറ, നീ എന്നെ ആൻസർ പറഞ്ഞിട്ട് പോയാ മതി. ഗൗരി ഞാൻ കാണിക്കാട്ടോ, ലാസ്റ്റ് ഒന്നുകൂടെ പറയും കേട്ടോ, അതുകൊണ്ടാ. യെസ് യെസ് ആൽമിക പറ. മാം ഈ പകുതി എത്തിയിട്ടുണ്ട്, പക്ഷെ ബാക്കി ഇങ്ങനെ ചെയ്യണം എനിക്ക് അറിയില്ല. ഓക്കെ, നമുക്ക് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. വിൽ ഡിസ്കസ്. വാ ദേവനന്ദാ, നിന്നെ വിടുന്ന പ്രശ്നമില്ല, വാ. ഒരാവശ്യം ഇല്ലായിരുന്നല്ലേ ദേവനന്ദന്? വെറുതെ അവിടെ അനങ്ങാതിരുന്നാ മതിയായിരുന്നു. ആവേശം കൊണ്ട് ഹാൻഡ് റൈസ് ഒക്കെ ചെയ്ത് ഞാൻ ആൻസർ പറയാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ലാസ്റ്റ് പെട്ടു. ശരി, വാ പറ. നോക്കിയേ, വാ ഒരുമിച്ച് ചെയ്യാം. അങ്ങനെ നമുക്ക് വേറെ ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറയാം അല്ലേ? ദേവനന്ദൻ ആക്ച്വലി ഇമ്പോഷൻ തരേണ്ടതാണ്. അമ്മയാ പറഞ്ഞാ നമ്മളെ അമ്മയാ ഉണ്ണിത്താൻ. എനിക്ക് ക്വസ്റ്റ്യനിൽ ചെറുതായിട്ട് ഡൗട്ട് ഉണ്ട്. എന്താണ് ഡൗട്ട്? ഈ മിഡ് പോയിന്റ് ഫോർമുല വെച്ച് ചെയ്യുമ്പോ എനിക്ക് ആ ഫോർമുല ചെയ്യുമ്പോ മനസ്സിലായില്ല. ഫോർമുല അറിയത്തില്ലേ? ഫോർമുല നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? മിഡ് പോയിന്റ് ഫോർമുല x1 plus x2 by 2 അല്ലേ? അതെ. അപ്പോ നമ്മള് x1 x2 x3 ആയിട്ട് ആഡ് ചെയ്ത് അങ്ങനെയാണ്. അല്ലടാ, നമുക്ക് നോക്കിയേ, നമ്മൾ x1 x2 എങ്ങനെ എടുക്കുന്നേ? ഞാൻ മിഡ് പോയിന്റ് ഫോർമുല ആണ് പറയുന്നത്. ദേ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഇതിന്റെ കോർഡിനേറ്റ്സ് x1 x2 ആയതുകൊണ്ടല്ലേ നമ്മൾ അതിനെ x1 plus x2 by 2 എടുക്കുന്നേ അല്ലേ? ഇപ്പൊ ഇതിന്റെ കോർഡിനേറ്റ്സ് ഒരു p, q ഇതിന്റെ കോർഡിനേറ്റ് ഒരു s, t ആണെങ്കിൽ നമ്മൾ ഇതിന്റെ മിഡ് പോയിന്റ് എന്താ എടുക്കുക? മിഡ് പോയിന്റ് എന്താ എടുക്കുക? p plus s by 2 അല്ലേ? ഫസ്റ്റ് x കോർഡിനേറ്റ് പ്ലസ് ഇതിന്റെ x കോർഡിനേറ്റ് ബൈ 2. y കോർഡിനേറ്റ് എന്താ എടുക്കുക? ഈ q plus t by 2. q plus t by 2. നിങ്ങൾ ആ വാരിയബിൾസിൽ സ്റ്റക്ക് ആയി പോകാൻ പാടില്ല. വാരിയബിൾ സിംപ്ലി മീൻസ് ഇതിന്റെ n പോയിന്റ്സിന്റെ x കോർഡിനേറ്റ്സിന്റെ സമ്മ് ബൈ 2. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ x1 x2 ഒക്കെ വന്നപ്പോൾ കൺഫ്യൂസ്ഡ് ആയോ? ഓക്കെ ശരി, നോക്കിട്ടോ.
ഓക്കെ, അപ്പോൾ ചെയ്തില്ല, ക്വസ്റ്റ്യൻ ബാക്കി ചെയ്തില്ല. ഇല്ല, എനിക്ക് തോന്നുന്നു തെറ്റാണ്. ഞാൻ ഓക്കെ, ബാക്കി ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കേടാ, ഇതിപ്പോൾ ക്ലിയർ ആയോ? മിഡ് പോയിന്റ് ഫോർമുല എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് ക്ലിയർ ആയോടാ? യെസ് മാം. യെസ്. ഓക്കെ, ശ്രുതിക ഹെൽപ്പ് ചെയ്യാമോ മോളെ? മീൻസ് എനിക്ക് തോന്നുന്നത് 5+5 5+5 എവിടെ നിന്ന് എനിക്ക് 5+5 കിട്ടിയത്? 5+5 അല്ല, അല്ലെങ്കിൽ എവിടെ നിന്ന് 5+5 കിട്ടിയത്? ആ ഒന്നുമില്ല. നീ എവിടുന്നൊക്കെയോ 10 കിട്ടാൻ വേണ്ടി എവിടുന്നൊക്കെയോ സാധനങ്ങൾ ഒപ്പിച്ചുകൊണ്ട് തരാണല്ലോ. ശ്രദ്ധിക്കട്ടോ, അങ്ങനൊന്നും അല്ല. വാ ശ്രുതിക, പറ മോളെ. മാം പറഞ്ഞോ. x1 plus x2 by 2 and y1 plus y2 by 2. ആര്? Who is x1 plus x2 by 2 and who is y1 plus y2 by 2? A and B. A യും B യോ? A x1 y1 കോർഡിനേറ്റ്, B x2 y2 കോർഡിനേറ്റ്. Yeah, formula. മിഡ് പോയിന്റ് ഫോർമുല. അപ്പോൾ ആരാണ് ഈക്വൽ ടു x1 plus x2 by 2 and y1 plus y2 by 2? മീൻസ് കിട്ടി. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്ത് നീ പറ ശ്രുതിക. ഞാൻ പറഞ്ഞേ A ൽക്കും B ൽക്കും x and then A ൽക്കും B ൽക്കും y. ആ ഓക്കെ, എടാ അത് നമ്മൾ ഇക്വേറ്റ് ചെയ്യേണ്ടത് ഇത് ഈക്വൽ ടു ഇന്നയാളെന്ന് പറയണ്ടേ? അപ്പൊ അതിന്റെ മിഡ് പോയിന്റ് ആരാ? ഇ. അപ്പൊ അത് ഈക്വൽ ടു ഇ എന്ന് പറയണ്ടേ? അതേ ഉദ്ദേശിച്ചേ. ആ അതാ ഉദ്ദേശിച്ചത്. ഓക്കെ എടാ, ഞാൻ ഇ എന്ന് പറഞ്ഞ കേട്ടില്ല കേട്ടോ, സോറി. അപ്പൊ നമുക്ക് എന്താ പറയാം? ഇ 6,5 is equal to പറഞ്ഞോ? x1 plus x2 by 2. ഓക്കെ y1 plus y2 by 2. ഓക്കെ ശരി. എന്നിട്ട് ഫസ്റ്റ് 6 as in ആ x കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ് കോർഡിനേറ്റ് രണ്ടും ഇക്വേറ്റ് ചെയ്യാം അല്ലേ? അപ്പൊ നമുക്ക് എന്താ പറയാം? 6 ശ്രദ്ധിക്കണേ, ആരായിരുന്നു? ദേവനന്ദൻ. ഇങ്ങനെയാണ് നമുക്ക് 10 കിട്ടുന്നത്, നോക്കണേ. 6 is equal to നമുക്ക് ഇതിന്റെ എക്സ് കോർഡിനേറ്റും ഇതിന്റെ എക്സ് കോർഡിനേറ്റും ഇക്വേറ്റ് ചെയ്യാം അല്ലേ? പറഞ്ഞോ ശ്രുതിക. 6 is equal to x1 plus x2 by 2. x1 plus x2 by 2. വെരി ഗുഡ്. ദെൻ and 2 into 6. യെസ്, നമ്മൾ ഈ 2 ഇങ്ങോട്ടേക്ക് എടുക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 into 6 is equal to x1 plus x2. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? x1 plus x2 is equal to 12 എന്ന് കിട്ടും അല്ലേ? നമുക്കതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? ശരി. ദെൻ 5 is equal to y1 plus y2. യെസ്, നമ്മൾ y കോർഡിനേറ്റ്സ് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാൻ പോവാണ് അല്ലേ? അപ്പോൾ 5 is equal to y1 plus y2 by 2 അല്ലേ? y1 plus y2 by 2. and 2 into 5 and then same with the x. Yes, 2 into 5 is equal to y1 plus y2. Then y1 plus y2 is equal to എത്രയാ? 10. ഓക്കെ, നമുക്ക് അത് എന്ത് വിളിക്കാം? ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ആ രണ്ട് ഇക്വേഷൻ എടുത്ത് ഇപ്പുറത്ത് എഴുതാവേ, നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും. കാരണം 2-3 പേജ് ആയത് കാരണം. അപ്പോൾ x1 plus x2 is equal to എത്ര കിട്ടിയടാ? 12 കിട്ടി അല്ലേ? y1 plus y2 is equal to എത്ര കിട്ടി? 10 കിട്ടി. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ശരി. ഇത് റബ്ബ് ചെയ്യുവാണേ, ക്ലീൻ ചെയ്യുവാണേ ഒരു 1. ഓക്കെ ശരി, അടുത്ത് പറഞ്ഞോ. അപ്പോൾ നമുക്ക് ഇയുടെ കാര്യം ഓക്കെ ആയി. ദെൻ ഇനി എഫ്. ഓക്കെ, എഫ് 0/3 is equal to 0,3 is equal to 0,3 is equal to x1 plus x2. x2 ആണോ? എഫ് ആരുടെ മിഡ് പോയിന്റാ? അല്ല, x3 x1 plus x3 by 2 by 2 അല്ലേ? വെരി ഗുഡ്. x1 plus x3 by 2, y1 plus y3 by 2. y1 plus y3 by 2 അല്ലേ? ഓക്കെ അല്ലേ? ബിക്കോസ് എഫ് ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി അല്ലേ? ശരി. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യും? 0 equal to x1 plus x3 by 2. Yes, 0 is equal to x1 plus x3 by 2. And 2 into 0. 2 into 0 അല്ലേ? 2 into 0 is equal to x1 plus x3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x1 plus x3 is equal to 0 എന്ന് കിട്ടും അല്ലേ? ശരി, അത് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് എടുക്കാം. ഓക്കെ, അല്ല നമ്മൾ ഓൾറെഡി 1 and 2 എടുത്ത് കഴിഞ്ഞില്ലേ? 3 ആയിട്ട് എടുക്കാം. ശരി, അടുത്തയോ? 3 is equal to y1 plus y3 by 2. Yes, y1 plus y3 by 2. And
into 3 is equal to y1 plus y3. Yes, 3 into 2 is equal to y1 plus y3. Therefore, we get y1 plus y3 is equal to 6. y1 plus y3 is equal to 6. അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ എഴുതി വെക്കാം. എന്തൊക്കെയായിരുന്നു? x1 plus x3 is equal to 0. Then y1 plus y3 is equal to 6. 6. അല്ലേ? അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 3യും ഇക്വേഷൻ നമ്പർ 4 ആയി. ഓക്കെ, ഐ എം റബ്ബിംഗ് ദിസ് ഓൾസോ കേട്ടോ. ഇത് ഞാൻ ക്ലീൻ ചെയ്യുവാണേ, ക്ലിയർ ചെയ്യുവാണേ. ഓക്കെ, അടുത്ത പറഞ്ഞോ. അടുത്ത് d. ഡി. ഓക്കെ, ഡി എന്ന് പറയുമ്പോൾ 5, 1 ഓക്കെ 5,1 is equal to x1 plus x2 by 2. അല്ല നല്ല x3 by 2. ഒന്നുകൂടെ പറ. അല്ല x2 plus ആ. x3 by 2. x2 plus x3 by 2. ഓക്കെ, അതായത് y2 plus y3 by 2. y2 plus y3 by 2 അല്ലേ? ശരി. ഓക്കെ, ദെൻ 5 is equal to x3 plus x2 by 2. യെസ്, x3 plus x2 by 2. And 2 into 5 is equal to x2 plus x3. Okay, 2 into 5 is equal to x2 plus x3. So we have x2 plus x3 is equal to 10. 10. Okay. Equation number 5. അല്ലേ? പിന്നെ പിന്നെ 1 is equal to y2 plus y3 by 2. y1 is equal to y2 plus y3 by 2. And then 2 into 1 is equal to y2 plus y3. Okay. And 2 is equal to y2 plus y3 is equal to 2. Okay. y2 plus y3 is equal to 2. അല്ലേ? Equation number 6. Okay. എന്തായിരുന്നു? x2 plus x3 is equal to 10. 10. Okay. Equation number 5. പിന്നെ പിന്നെ y2 plus y3 is equal to 2. 2. ഇക്വേഷൻ നമ്പർ 6 അല്ലേ? ശരി, നമ്മൾ നോക്കിയേ, ഈ രണ്ട് ഇക്വേഷൻ എടുത്താൽ രണ്ടും മൈനസ് ചെയ്യുമ്പം ഈ x1ഉം x1ഉം ക്യാൻസൽ ചെയ്ത് പോയില്ലേ അല്ലേ? അപ്പോൾ നമ്മൾ അയ്യോ സോറി, ഞാൻ ആൻസർ പറയാൻ പാടില്ല അല്ലേ? സോറി, ബാക്കി പറഞ്ഞു, ഞാൻ മറന്നുപോയി. ക്യാൻസൽ ആവും. ക്യാൻസൽ ആവും പറഞ്ഞു. എന്നിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഐ ഗസ് ഇത് രണ്ടെണ്ണം ലൈക്ക് ഡിവൈഡ് ചെയ്യണ പോലെ എഴുതിക്കണം. എന്തെൻ ക്യാൻസൽ ഡിവൈഡ് ചെയ്യുന്ന പോലെയാണോ മൈനസ് ചെയ്യുന്ന പോലെയാണോ? ഇക്വേഷൻ നമ്പർ 1 നിന്ന് ഇക്വേഷൻ നമ്പർ 2 നമ്മൾ അങ്ങ് മൈനസ് ചെയ്ത് കളയണം. ഓക്കെ, വൈ? ബിക്കോസ് നോക്കിയേ, ഇക്വേഷൻ നമ്പർ 1ലും ഇക്വേഷൻ നമ്പർ 2ലും x1 ഉണ്ട് അല്ലേ? x1 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിലങ്ങ് മൈനസ് ചെയ്യുമ്പോൾ അതങ്ങ് ക്യാൻസൽ ഔട്ട് ആയിപ്പോവും. കാര്യമില്ല അല്ലേ അതിനെക്കൊണ്ട്? കാര്യമുണ്ടോ? കാര്യമുണ്ട്. ശരി ശരി ശരി. അപ്പോൾ ഓക്കെ, നമുക്ക് എഴുതാം അല്ലേ? അപ്പോൾ x1 പ്ലസ് x2 ഇസ് ഈക്വൽ ടു 12. പിന്നെയോ x1 മൈനസ് x1 പ്ലസ് x3 is equal to 0. 0. ഓക്കെ, അപ്പോൾ നോക്കിയേ, x1 മൈനസ് x1 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x2 0. അങ്ങനെ. പിന്നെ x2 ഓക്കെ, ഞാൻ കൺഫ്യൂസ് ചെയ്യിക്കുന്നുണ്ട്, സോറി. x2 മൈനസ് പ്ലസ് x5 അല്ല x5 x1 x1 ക്യാൻസൽ ആയി പോയില്ലേ മോളെ? x1 x2 മൈനസ് x3 ആണോ x1 പറഞ്ഞത്? അടി കിട്ടും കേട്ടോ. എടാ 2x മൈനസ് 3x ആണ് മൈനസ് x വരിക അല്ലേ? x2 ഒരു വാരിയബിൾ, ടേക്ക് ഇറ്റ് ആസ് എ. x3 വേറൊരു വാരിയബിൾ, ടേക്ക് ഇറ്റ് ആസ് ബി. അത് നമ്പേഴ്സ് ഒന്നുമല്ല, നമ്മൾ അതിനെ വേർതിരിക്കാൻ വേണ്ടി x2 x3 കൊടുത്തതേ ഉള്ളൂ കേട്ടോ. നമുക്ക് അതിനെ മൈനസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. x2 വേറൊരു വാരിയബിൾ ആണ്, x3 വേറൊരു വാരിയബിൾ ആണ്, അത്രേ ഉള്ളൂ കേട്ടോ. ക്ലിയർ ആണോ? നമുക്ക് അതിനെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് 2x മൈനസ് 3x മൈനസ് x എന്ന് എഴുതായിരുന്നു. ഓക്കെ, ഒരു കോമൺ കൺഫ്യൂഷൻ ആണത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇത്? ചുമ്മാ എ ബി എന്ന് എടുക്കുന്നതിന് പകരം നമുക്ക് എക്സ് കോർഡിനേറ്റ് ആയതുകൊണ്ട് x2 x3 എന്ന് എടുത്തതേ ഉള്ളൂ കേട്ടോ. അത് രണ്ട് ഡിഫറെൻറ്റ് വാരിയബിൾസ് ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് അത് രണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല? ആഡ് ചെയ്യാൻ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആണോ? അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് x2 മൈനസ് x3 തന്നെ എഴുതണം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് എഴുതും? x2 മൈനസ് x3 ഇസ് ഈക്വൽ ടു 12 മൈനസ് 0 എന്ന് കിട്ടും അല്ലേ?
ഇപ്പൊ ക്ലിയർ ആയോ? ആ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അടുത്ത ഇക്വേഷൻ കിട്ടി. x2 മൈനസ് x3 ഇസ് ഈക്വൽ ടു 12 എന്ന് കിട്ടി. ഓക്കെ ആണോ? ഇനി നമുക്ക് എന്ത് എഴുതാം? ഇക്വേഷൻ നമ്പർ 7 എന്ന് എഴുതാം. നോക്കിയേ, ഇവിടെ x2 പ്ലസ് x3 ഉണ്ട്, ഇവിടെ x2 മൈനസ് x3 ഉണ്ട് അല്ലേ? രണ്ടും ഒന്നിന് പ്ലസും ഒന്നിന് മൈനസും. അപ്പോൾ നമ്മൾ ആഡ് ചെയ്താൽ മതി. നേരത്തെ നമ്മൾ രണ്ടും സെയിം സൈൻ ആയതുകൊണ്ടാണ് എന്ത് ചെയ്തത്? മൈനസ് ചെയ്തത്. പക്ഷെ ഇവിടെ എന്താണ്? രണ്ടും ഡിഫറെൻറ്റ് സൈൻസ് ആണ്. ഡിഫറെൻറ്റ് സൈൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പോൾ മൈനസ് ക്യാൻസൽ ചെയ്ത് നോക്കോളും. അപ്പോൾ നമ്മൾ ആരൊക്കെ ആഡ് ചെയ്യുന്നത്? ഇക്വേഷൻ നമ്പർ 5 പ്ലസ് ഇക്വേഷൻ നമ്പർ 6. യെസ് ആൽമിക. മാം ഈ 12ന്റെ തൊട്ടെടുത്ത് 7 എന്താ? ഇക്വേഷൻ നമ്പർ 7 ഇക്വേഷന് പേര് കൊടുത്തതാ, ഇക്വേഷൻ മനസ്സിലാക്കാൻ വേണ്ടി. ശരി, ഓക്കെ. അപ്പോൾ ഇക്വേഷൻ നമ്പർ 5 പ്ലസ് 7 ആയിരുന്നു അല്ലേ? യെസ്, ഇക്വേഷൻ നമ്പർ 5 പ്ലസ് 7. പറഞ്ഞോ. 5 നമ്മൾ എഴുതും അല്ലേ? x2 പ്ലസ് x3 ഇസ് ഈക്വൽ ടു 10. പിന്നെ മൈനസ് അല്ല, പ്ലസ് ആ ചെയ്യുന്നത്. ഈക്വൽ ടു 12. ഓക്കെ. ഇതും കൂടി കട്ടാവും. ബാക്കി x2 പ്ലസ് x2 എന്താവും? x2 plus x2 is equal to 10 plus 12. Okay. What is x2 plus x2? x4. ഞാൻ പറഞ്ഞു അത് നമുക്ക് ഈ 2ഉം 2ഉം ആഡ് ചെയ്യാൻ പറ്റില്ല. ഇത് ടേക്ക് ഇറ്റ് ആസ് എ വേരിയബിൾ എ, ടേക്ക് ഇറ്റ് ആസ് എ വേരിയബിൾ എ, മൊത്തം ആയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ രണ്ട് വേരിയബിൾസ് സെയിം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? എ പ്ലസ് എ എന്താ? അത് എ ഇൻറ്റു എ. എന്താ എ പ്ലസ് എ പ്ലസ് എ? 2a അല്ലേ? ഒരേ പ്ലസ് ഒരേ 2a. 2x സ്ക്വയർ അല്ല, 2x2. യെസ്. സോ 2x2 is equal to 10 plus 12. 10 plus 12 എത്രയാ? 22. മൊത്തം കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ? അവ്യല് വരുമായിട്ടിരിക്കുക അല്ലേ? ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ ഈ ക്വസ്റ്റ്യൻ. എല്ലാവർക്കും കൂടി ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x2 is equal to 22. അപ്പോൾ x2 is equal to 22/2 which is equal to 11. x2 11 കിട്ടിയോ? കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഞാൻ ഇങ്ക് മാറ്റി എഴുതാം. ഓക്കെ. ഈ x2 11 അല്ലേ? അപ്പോൾ നമുക്കറിയാം എന്താ? 11 പ്ലസ് x3 is equal to 10 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x3 is equal to 10 minus 11 that is equal to -1 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x3യുടെ വാല്യൂ കിട്ടി. നമുക്ക് x3യുടെ വാല്യൂ കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ x2ൽ കൊടുക്കാം അല്ലെങ്കിൽ x3ൽ കൊടുക്കാം. എവിടെയല്ല ഈ ഇക്വേഷൻ 1 ഒരു ഇഷ്ടമുള്ള സ്ഥലത്ത് കൊടുക്കാം. ഞാൻ ചുമ്മാ ഇവിടെയാണ് കൊടുക്കുന്നത്. ഞാൻ ഇത് ഇവിടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x1 പ്ലസ് -1 is equal to 0. അപ്പോൾ x1 is equal to -1 അപ്പുറത്തേക്ക് പോകും +1 ആവും. x1 is equal to 1 കിട്ടും. ഓക്കെ ആണോ? x1ന്റെ വാല്യൂ 1 കിട്ടും, x2ന്റെ വാല്യൂ എത്ര കിട്ടി? 11 കിട്ടും, ആൻഡ് x3യുടെ വാല്യൂ -1 കിട്ടും. ഓക്കെ ആണോ? ഇതേപോലെ നമ്മൾ y1 y2 y3 സോൾവ് ചെയ്യും. ഓക്കെ. ഞാൻ ഡൗട്ടുള്ള ആൾക്കാരുണ്ടോ? ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരണോ? ചെയ്യണം. ശരി. ഓക്കെ. അപ്പോൾ ഒന്നുകൂടെ പറയാവേ. അപ്പോൾ ആ സമയത്ത് നമുക്ക് വൈയും കൂടെ എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. ഓക്കെ. സോ വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻ സേസ്? ക്വസ്റ്റ്യൻ സേസ് ദാറ്റ് നമുക്ക് ഒരു ട്രയാങ്കിൾ ഉണ്ട് ABC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ 3 സൈഡ്സിന്റെ മിഡ് പോയിന്റ് ആണ് ആരൊക്കെ? DEF അല്ലെ? ഡിയും ഇയും എഫും 3 സൈഡ്സിന്റെയും എന്താണ്? യെസ്, 3 സൈഡ്സിന്റെയും മിഡ് പോയിന്റ്സ് ആണ്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം എന്താ? D 5,1 is the midpoint of BC അല്ലേ? അപ്പോൾ നമുക്ക് മിഡ് പോയിന്റ് തിയറം ഉപയോഗിച്ചിട്ട് D 5,1 is equal to x2 plus x3/2 അല്ലേ? നോക്കിയേ, D എന്താണ്? ഈ ബിയുടെയും സിയുടെയും ഈ സിയുടെയും മിഡ് പോയിന്റ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്തറിയാം? ഇതിന്റെ 5 എന്ന് പറഞ്ഞാൽ എന്തിന് കറസ്പോണ്ടിങ് ആയിരിക്കും? x2 plus x3/2 കറസ്പോണ്ടിങ് ആയിരിക്കും അല്ലേ? അതേപോലെ അതിന്റെ 1 എന്ന് പറയുന്നതോ ഒന്ന് കറസ്പോണ്ടിങ് ആയിരിക്കടാ y2 plus y3/2. നമ്മൾ സിംപ്ലി മിഡ് പോയിന്റ് തിയറം അപ്ലൈ ചെയ്യുവാണ്. ഓക്കെ അല്ലേ?
ഇതുവരെ ഇതൊക്കെ എല്ലാവർക്കും ഓക്കെ ആയിരിക്കും അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കമ്പയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സ് കോർഡിനേറ്റ്സിനെ ഇക്വേറ്റ് ചെയ്യാം, വൈ കോർഡിനേറ്റ്സിനെ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, x2 + x3/2 വിൽ ബി ഈക്വൽ ടു 5 എന്ന് കിട്ടും. റൈറ്റ്? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, x2 + x3 = 5 × 10 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഈ 2 അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് 5 × 10. ശരി. അതേപോലെ നമുക്ക് എന്ത് കിട്ടും ഇവിടെ, y2 + y3/2 = 1 ആണ്. ഇനി y2 + y3 = എത്ര കിട്ടും ഇവിടെ, 1 × 2 2 എന്ന് കിട്ടും. ഇത് ഓക്കെ അല്ലേ? ഇത്ര എല്ലാവർക്കും ഓക്കെ ആണല്ലോ അല്ലേ? അപ്പം ഞാൻ ബാക്കി സ്റ്റെപ്സ് എഴുതുന്നില്ല, ബാക്കി സ്റ്റെപ്സ് നിങ്ങൾ എഴുതണം. അതേപോലെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ബാക്കിയുള്ള ഇക്വേഷൻസ് കിട്ടും അല്ലേ? എങ്ങനെ കിട്ടുന്നേ, എങ്ങനെ കിട്ടുന്നേ, ഇതേ ഈ എടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഈ എടുക്കുവാണെങ്കിൽ x2 + x1/2 = അല്ലേ, നമുക്ക് എന്ത് കിട്ടും, x2 + x1 വിൽ ബി ഈക്വൽ ടു 12 എന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുവേ, മിഡ് പോയിന്റ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും. x2 + x1 = 6 എന്ന് കിട്ടും. ദെൻ y2 + y1 = എത്ര കിട്ടും, 5 2s are 10 എന്ന് കിട്ടും. ഓക്കെ, അത് ഇക്വേഷൻ നമ്പർ 4. ഇനി ഞാൻ ഈ എഫ് എടുക്കുവാണ്. എഫ് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം x1 + x3 = 0 എന്ന് കിട്ടും അല്ലേ? x1 + x3 = 0 എന്ന് കിട്ടും. പിന്നെയോ സോറി y1 + y3 = 6 എന്ന് കിട്ടും അല്ലേ? ഈ 6 ഇക്വേഷൻ കിട്ടിയത് ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? കാരണം സിമ്പിളായിട്ട് നമ്മൾ മിഡ് പോയിന്റ് തിയറം യൂസ് ചെയ്താൽ മതി അല്ലേ? യെസ് ഈശാനി, ഓക്കെ, യെസ് ഓക്കെ ആണല്ലോ. അപ്പോൾ സിമ്പിളായിട്ട് മിഡ് പോയിന്റ് തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് 6 ഇക്വേഷൻസ് കിട്ടും. ക്ലിയർ അല്ലേ? 6 ഇക്വേഷൻസ് കിട്ടിയ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിനി ഈ സെറ്റ് ഓഫ് ഇക്വേഷൻസിനെ സോൾവ് ചെയ്യണം അല്ലേ? എങ്ങനെ ഇപ്പം സോൾവ് ചെയ്യും നമ്മൾ? ഈ മെത്തേഡ് അല്ലാണ്ട് എളുപ്പമുള്ള ഏതെങ്കിലും മെത്തേഡ് ഉണ്ടോ നോക്കുകയാണേ. നേരത്തെ പോലെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്തെങ്കിലും ഉണ്ടോ നോക്കുകയാണേ. ഇല്ല, നമുക്ക് ഇത് തന്നെ ചെയ്യേണ്ടി വരും കേട്ടോ. നോക്കിയേ, നമുക്ക് ഈ 2 ഇക്വേഷൻ എടുക്കുമ്പം രണ്ടിടത്തും എന്തുണ്ട്, x1 ഉണ്ട്, x1 ഉണ്ട്. അപ്പോൾ ഈ 2 ഇക്വേഷൻ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ അല്ലേ, നോക്കിയേ ഈ 2 ഇക്വേഷൻ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം രണ്ടും x1 ഉണ്ട്, രണ്ടും കൂടി എന്തായി പോകും, ക്യാൻസൽ ഔട്ട് ആയി പോകും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ ഇക്വേഷൻ 3 - ഇക്വേഷൻ 5 ചെയ്യാൻ പോവാണേ. വാട്ട് ആർ വി ഗോണ ഡു, വി ആർ ഗോണ ഡു ഇക്വേഷൻ 3 - ഇക്വേഷൻ 5. അതിന് മുമ്പിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മറ്റേ ഇക്വേഷൻ ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതായിരുന്നു അല്ലേ? ഒന്ന് ഇക്വേഷൻ ആർക്ക് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരാമോ, സോ ദാറ്റ് ഞാൻ അങ്ങോട്ട് മാറ്റണ്ടല്ലോ. അത് നോട്ട് ചെയ്തിട്ടുണ്ടോ ഇക്വേഷൻ? ഒന്ന് പറഞ്ഞു തരാമോ? എനിവൺ? അൽമിക നോട്ട് ചെയ്തിട്ടുണ്ടോടാ? പറഞ്ഞു തരാമോ മോളെ, പെട്ടെന്ന് പറഞ്ഞോ. Okay, x1 + x2 = 12. x1 + x2 = 12. x1 + x3 = 0. x1 + x3 = 0. x2 + x3 = 10. x2 + x3 = 10. Okay, then y1 + y2 = 10. y1 + y2 = 10. y1 + y3 = 6. എത്രടാ കിട്ടില്ല? 6 6. 6. ഓക്കെ, y2 + y3 = 2. 2. ഓക്കെ, സോ ദിസ് ഇസ് ആർ ഇക്വേഷൻ അല്ലേ? നമുക്ക് 6 ഇക്വേഷൻസ് ഉണ്ട്. 1 2 3 4 5 6. നമുക്ക് ഞാൻ നെയിം കൊടുത്ത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ കൊടുത്ത നെയിം വെച്ച് നിങ്ങൾ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ജസ്റ്റ് x1 നോക്കി, ഈ 2 ഇക്വേഷൻസിലും x1 ഉണ്ട് അല്ലേ? ആ 2 x1ൻ്റെയും സൈൻ എന്താണ്, സെയിം ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകണം, ഞാൻ ഇക്വേഷൻ 1 - ഇക്വേഷൻ 2 ചെയ്യാൻ പോകണം. ഓക്കെ, നമ്മൾ എഴുതി മൈനസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ പ്രാവശ്യം ചെയ്യുന്നത് LHS രണ്ടും തമ്മിൽ മൈനസ് ചെയ്യുക, RHS രണ്ടും തമ്മിൽ മൈനസ് ചെയ്യുക. അപ്പോൾ നോക്കിയേ, ഇക്വേഷൻ 1 LHS എന്താണ്, x1 - x2 x1 + x2. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, x1 + x2 ഇക്വേഷൻ 1ൻ്റെ LHS അല്ലെ? ഇക്വേഷൻ 1 - ഇക്വേഷൻ 2 ആ ചെയ്യുന്നത്. അപ്പോൾ ഇക്വേഷൻ 1ൻ്റെ LHS മൈനസ് ഇക്വേഷൻ 2ൻ്റെ LHS. എന്താ ഇക്വേഷൻ 2ൻ്റെ LHS? x1 + x3. ഓക്കെ അല്ലേ? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 12 - 0. അതിനാണ് RHS അല്ലേ? 12 - 0.
ഓക്കെ, മൈനസ് ആണ്, ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യണം, മൈനസ് കൊടുക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, x1 പ്ലസ് x2 മൈനസ് x1 മൈനസ് x3 ഇസ് ഈക്വൽ ടു 12. യെസ് ആൽമിക, പറയടാ, ഡൗട്ട് ഉണ്ടോ ആൽമിക? ഉണ്ട്. ആ പറഞ്ഞോ, ചോദിക്ക്. Go ahead. Okay, sir. Comment. Hello. Hello. കേൾക്കാം, സ്റ്റക്ക് ആയതായിരുന്നു, കേൾക്കാം. Hello, ma'am. കേൾക്കാടാ, പറഞ്ഞോ. X1 രണ്ടിലും കോമൺ ആയതുകൊണ്ടാണ് നമ്മൾ x1 രണ്ടിലും കോമൺ ആണ്, അതിന്റെ കോഎഫിഷ്യന്റ് രണ്ടും സെയിം ആണ്, അതുകൊണ്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. മാം രണ്ടിലും ഓക്കെ, രണ്ടിന്റെ കാരണം നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് കൊണ്ടുവരണം അല്ലെ, ഒരു വാരിയബിളിലേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും വാരിയബിളിനെ കട്ട് ചെയ്ത് കളയാൻ പറ്റും, നമ്മൾ കട്ട് ചെയ്ത് കളയും. അതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഈ രണ്ടിനെയും മൈനസ് ചെയ്തപ്പോൾ നമുക്കറിയാം x1 മൈനസ് x1 0 ആയി പോകും. നമുക്കറിയാം അല്ലേ, 3 മൈനസ് 3 0 ആണ്, 4 മൈനസ് 4 0. അപ്പോൾ x1 മൈനസ് x1 ആയി പോകും, 0 ആയി പോകും. നമുക്ക് എന്ത് കിട്ടും, x2 മൈനസ് x3 ഇസ് ഈക്വൽ ടു 12 എന്ന് കിട്ടും. അത് ഞാൻ ഇക്വേഷൻ നമ്പർ 7 എന്ന് പേര് കൊടുക്കുവാണേ. അപ്പോൾ നോക്കിയേ, ഈ ഇക്വേഷൻ നമ്പർ 3 ആരുണ്ട്, പ്ലസ് x3 ഉണ്ട്. ഇക്വേഷൻ നമ്പർ 7 ആരുണ്ട്, മൈനസ് x3 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പ്ലസ് x3 ഒന്ന് മൈനസ് x3 ആണ്. അപ്പോൾ അത് ഓൾറെഡി എന്ത് ചെയ്യണം, ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പം ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകാൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, x2 മാത്രമുള്ള ഒരു ഇക്വേഷൻ കിട്ടും അല്ലേ. അപ്പോൾ x2 മാത്രമുള്ള ഇക്വേഷൻ കിട്ടും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഇക്വേഷൻ നമ്പർ 3 പ്ലസ് ഇക്വേഷൻ നമ്പർ 7 ചെയ്യാൻ പോവാണേ. നമ്മൾ എങ്ങനെ ആഡ് ചെയ്യുക, LHS രണ്ടും ആഡ് ചെയ്യും, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, RHS രണ്ടും ആഡ് ചെയ്യും അല്ലേ. അപ്പോൾ LHS എന്താണ് പറഞ്ഞു, ഇക്വേഷൻ നമ്പർ 3 LHS എന്താണ്, x2 പ്ലസ് x3 അല്ലേ. ഓക്കെ, പ്ലസ് 7 LHS എന്താ, 7 LHS x2 മൈനസ് x3 which is equal to 10. ഇക്വേഷൻ 3യുടെ RHS അല്ലേ, 10 പ്ലസ് 12. ഓക്കെ അല്ലേ, 10 പ്ലസ് 12. ഇനി നമ്മൾ എന്താണ്, ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാണ്, പ്ലസ് ആയതുകൊണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ വലിയ മാറ്റമൊന്നും വരില്ല അല്ലേ. അപ്പോൾ x1 പ്ലസ് x3 പ്ലസ് x2 മൈനസ് x3 വിൽ ബി ഈക്വൽ ടു 10 പ്ലസ് 12 എത്രയാ, 22 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നോക്കി x2 അപ്പോൾ 2 x2 വന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ അതിനെ x2 പ്ലസ് x2 2x2 അല്ലേ. പിന്നെയോ x3 മൈനസ് x3 എന്ത് ചെയ്യും, അത് ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. സോ 2x2 is equal to 22 and we have x2 is equal to 22/2 which is equal to 11. ഓക്കെ ആണോ. അപ്പോൾ x2യുടെ വാല്യൂ നമുക്ക് എവിടെ എന്ത് കിട്ടി, 11 എന്ന് കിട്ടി അല്ലേ. നമ്മൾ എന്ത് ചെയ്യാണ്, ഇനി നമ്മൾ ഈ x2യുടെ വാല്യൂ എവിടെയെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇക്വേഷൻ 1ലോ 2ലോ 3ലോ അല്ലെങ്കിൽ 7ലോ എവിടെ വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇഷ്ടമുള്ള സ്ഥലത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാ, ഞാൻ ഇക്വേഷൻ നമ്പർ 3യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 3 ഇംപ്ലൈസ് x2 പ്ലസ് x3 ഇസ് ഈക്വൽ ടു 10. അപ്പോൾ x2 വേറെ നമുക്ക് എന്ത് എഴുതാം, 11 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ വി ഹാവ് 11 പ്ലസ് x3 ഇസ് ഈക്വൽ ടു 10. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, x3 is equal to 10 minus 11 which is equal to -1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, x3യുടെ വാല്യൂയും കിട്ടി അല്ലേ. അപ്പോൾ x3യുടെ വാല്യൂ കിട്ടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇക്വേഷൻ നമ്പർ 2ൽ കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 2 ആരൊക്കെയുണ്ട്, x3 ഉണ്ട് x1 ഉണ്ട്. അപ്പോൾ നമുക്ക് x3 അറിയാം, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, x1 കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ഇംപ്ലൈസ് x1 പ്ലസ് x3 is equal to 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, x1 minus 1 is equal to 0. So we have x1 is equal to 0 plus 1 or x1 is equal to 1. ഓക്കെ ആണോ, x1 x2 x3 ഓക്കെ ആണോ, എല്ലാവർക്കും ഓക്കെ ആണോ, x1 x2 x3 കിട്ടിയത്, ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യോ, ഏതാടാ x2 കണ്ടുപിടിച്ചത്? x2 കണ്ടുപിടിച്ചത്, ഓക്കെ ശരി ശരി. x2 കണ്ടുപിടിച്ചത്, ഓക്കെ. ഏത് മുതലാ, ഈ 1 മൈനസ് 2 മുതലാ, അല്ല 3 പ്ലസ് 7 3 പ്ലസ് 7 മുതൽ. ഓക്കെ ശരി 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 ഓക്കെ. x2 മാത്രല്ലേ വേണ്ടുള്ളൂ, x2 കിട്ടിയ ബാക്കി രണ്ടും കിട്ടാൻ അറിയാലോ അല്ലേ. ഓക്കെ ശരി 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 ഓക്കെ. ഇതെന്താണ് x1 പ്ലസ് x3. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി, x2 മൈനസ് x3 is equal to 12 കിട്ടി അല്ലേ. നമുക്കിനി ഇവിടെ നമുക്ക് എന്തുണ്ട്, x2 പ്ലസ് x3 is equal to 10 ഉണ്ട്. നമ്മൾ എന്തിനാണ് നേരത്തെ മൈനസ് ചെയ്തത്, x1 ക്യാൻസൽ ചെയ്ത് പോകാൻ അല്ല. അപ്പോൾ x1 ക്യാൻസൽ ചെയ്തപ്പോൾ നമുക്ക് x2 x3 ഉള്ള ഇക്വേഷൻ കിട്ടി, x2 x3 ഉള്ള ഇക്വേഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ അകത്ത് നിന്ന് ആരെങ്കിലും ഒരാൾ ക്യാൻസൽ ചെയ്ത് പോകണം
അല്ലേ? ഒന്നുകിൽ x2 ക്യാൻസൽ ചെയ്ത് പോകണം, അല്ലെങ്കിൽ x3 ക്യാൻസൽ ചെയ്ത് പോകണം. അപ്പോൾ നോക്കിയേ, ഇവിടെ x1ന്റെ സൈൻ എന്താണ്? അല്ല, കോഎഫിഷ്യന്റ് എന്താണ്? +1 ആണ്. ഇവിടെ x3യുടെ കോഎഫിഷ്യന്റ് ആരാണ്? -1 ആണ്, അല്ലേ? അപ്പോൾ രണ്ടിൻ്റെയും കോഎഫിഷ്യന്റ് സെയിം ആണ്, പക്ഷേ സൈന് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? സിംപ്ലി ആഡ് ചെയ്താൽ മതി, അല്ലേ? ബിക്കോസ് എന്താണ്? x3യും പ്ലസ് -x3യും നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും? x3 - x3 തന്നെ കിട്ടും, അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു 0 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? x3യുടെ ടേം ക്യാൻസൽ ഔട്ട് ചെയ്ത് പോവാം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളവിടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പോൾ എന്തിനാണ് ആഡ് ചെയ്യുന്നുള്ള ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? യെസ് മാം. യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണേ. നൗ വി ആർ ഗോയിങ് ടു ആഡ് ഇക്വേഷൻ നമ്പർ 3 പ്ലസ് ഇക്വേഷൻ നമ്പർ 7. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ ഇക്വേഷൻസ് ആഡ് ചെയ്യുന്നത്? നമ്മൾ ആദ്യം ഇക്വേഷൻ നമ്പർ 3യുടെ LHS പ്ലസ് ഇക്വേഷൻ നമ്പർ 7ന്റെ LHS ആഡ് ചെയ്യും. ആൻഡ് വി വിൽ ഇക്വേറ്റ് ദാറ്റ് ടു ഇക്വേഷൻ നമ്പർ 3യുടെ RHS പ്ലസ് ഇക്വേഷൻ നമ്പർ 7ന്റെ RHS. അപ്പോൾ ഓക്കെ, ഇക്വേഷൻ നമ്പർ 3യുടെ LHS എന്താ? LHS x2 പ്ലസ് x3, അല്ലേ? x2 പ്ലസ് x3 പ്ലസ് എന്താണ്? x2 മൈനസ് x3. x2 പ്ലസ് x3 പ്ലസ് x2 മൈനസ് x3 is equal to 10 പ്ലസ് 12. ഓക്കെ ആണോ? ഇത് LHS, അല്ലേ? ഇത് ഇതിൻ്റെ LHS. അപ്പോൾ രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്തു. ഇതിൻ്റെ RHS 10 പ്ലസ് ഇതിൻ്റെ RHS 12. ഓക്കെ അല്ലേടാ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ശരി. ഇനി എന്താണ്? ഇനി നമ്മൾ ഈ ബ്രാക്കറ്റ്സ് റിമൂവ് ചെയ്യുവാണേ. വി ഹാവ് x2 പ്ലസ് x3 പ്ലസ് x2 മൈനസ് x3 is equal to 10 plus 12 22 എന്ന് കിട്ടും. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് നോക്കിയേ, x2ന്റെ ഒരു രണ്ട് ടേംസ് ഉണ്ട്, അല്ലേ? രണ്ടാണ് x2 പ്ലസ് x2 ആണ്, അല്ലേ? എന്താണ്? x2 പ്ലസ് x2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x2 എന്ന് കിട്ടും, അല്ലേ? x2 പ്ലസ് x2 2x2. ഇനി അടുത്ത എന്താണ്? x3 മൈനസ് x3. എന്താവും? അത് ക്യാൻസൽ ഔട്ട് ആയി പോകും, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x2 is equal to 22 എന്ന് കിട്ടും. ക്ലിയർ? 2x2 is equal to 22. അപ്പോൾ നമുക്ക് കിട്ടും x2 is equal to 22 divided by 2 and which is equal to 11 എന്ന് കിട്ടും. ഇപ്പോൾ ഓക്കെ ആണോ? ഓക്കെ മാം, മനസ്സിലായി. താങ്ക് യു. ഓക്കെ, ശരി. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x1 x2 x3 കിട്ടി. ഓക്കെ അല്ലേ? x1 x2 x3 എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഇതേപോലെ y1 y2 y3 ചെയ്യാൻ പോവാണേ. ഇക്വേഷൻ ഒന്നുകൂടെ പറഞ്ഞു തരാമോ ആരെങ്കിലും? y1 plus y2 is equal to 10. y1 plus y2 is equal to 10. പിന്നെ ടു അല്ലായിരുന്ന? യെസ്. അപ്പോൾ ഇത് 4, ഇത് 5, ഇത് 6. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്ക് ഏതെങ്കിലും ആദ്യം നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ്റെ അകത്ത് നിന്ന് y1 അങ്ങ് ഒഴിവാക്കാം, അല്ലേ? y1 ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ആ രണ്ടും സെയിം സൈനാണ്, സെയിം കോഎഫിഷ്യൻ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 4 - 5 ചെയ്യും, അല്ലേ? ഇക്വേഷൻ നമ്പർ 4 മൈനസ് ഇക്വേഷൻ നമ്പർ 5 ചെയ്യും. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുക? ഇക്വേഷൻ നമ്പർ 4ൻ്റെ LHS y1 പ്ലസ് y2 മൈനസ് y1 പ്ലസ് y3 which is equal to 10 മൈനസ് 6 എന്ന് കിട്ടും, അല്ലേ? അപ്പോൾ ഇക്വേഷൻ നമ്മുടെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പം y1 പ്ലസ് y2 ഈ മൈനസ് രണ്ടാൾക്കും കൊടുക്കണം, അല്ലേ? അപ്പോൾ വി ഹാവ് മൈനസ് y1 മൈനസ് y3 is equal to 10 മൈനസ് 6 എത്രയാണ്? 4 എന്ന് കിട്ടും, അല്ലേ? സോ വി ക്യാൻ കട്ട് ഡൗൺ ദിസ് y1 and മൈനസ് y1 and we have y2 മൈനസ് y3 is equal to 4. നമ്മൾ ആ ഇക്വേഷൻ നമ്പർ 8 എന്ന് വിളിക്കുവാണ്. ഓക്കെ, ഇക്വേഷൻ നമ്പർ 8 എന്ന് വിളിക്കുന്നു. അപ്പോൾ നോക്കിയേ, ഇവിടെ പ്ലസ് y3 ഉണ്ട്, ഇവിടെ മൈനസ് y3 ഉണ്ട്. നമുക്ക് എന്ത് ചെയ്താൽ മതി? നേരത്തെ പോലെ നമുക്ക് ആഡ് ചെയ്താൽ മതി. സോ വി ഹാവ് ഇക്വേഷൻ നമ്പർ 6 പ്ലസ് ഇക്വേഷൻ നമ്പർ 8. സോ വി ഹാവ് y2 പ്ലസ് y3 പ്ലസ് y2 മൈനസ് y3 ഇസ് ഈക്വൽ ടു 2 പ്ലസ് 4, അല്ലേ? LHS എന്ത് ആഡ് ചെയ്യാണ്? പ്ലസ് ഇതിൻ്റെ LHS ഇസ് ഈക്വൽ ടു ഇതിൻ്റെ RHS പ്ലസ് ഇതിൻ്റെ RHS. ഓക്കെ അല്ലേ? ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാണ്. ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും? y2 പ്ലസ് y3 പ്ലസ് y2 മൈനസ് y3 ഇസ് ഈക്വൽ ടു 4 പ്ലസ് 2 6 എന്ന് കിട്ടും. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യും? y2 പ്ലസ് y2 എത്രയാടാ? 2y2. ഇനി y3 മൈനസ് y3 ക്യാൻസൽ ചെയ്ത് പോകും. സോ 2y2 is equal to 6 and we have y2 is equal to 3. അപ്പോൾ നമുക്ക് y2യുടെ വാല്യൂ എന്ത് കിട്ടും? y2യുടെ വാല്യൂ 3 എന്ന് കിട്ടും, അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അകത്ത് y2 3 ആണെങ്കിൽ നമുക്ക് y3 കണ്ടുപിടിക്കാമല്ലോ.
അല്ലേ? അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 6 ഇംപ്ലൈസ് എന്തെഴുതാം? y2 plus y3 is equal to 2. So we have y3 is equal to 2 minus 3 which is equal to -1 എന്ന് കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ -1 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇക്വേഷൻ നമ്പർ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? y3 കിട്ടി. നമുക്ക് ആരെയാണ് വേണ്ടത്? y1. അപ്പോൾ y1 ഉം y3 ഇക്വേഷൻ നമ്പർ 5 എടുക്കാം അല്ലേ? ഇക്വേഷൻ നമ്പർ 5 ഇംപ്ലൈസ് y1 plus y3 is equal to 6. y3 എത്രയാണ്? -1. So we have what? y1 -1 is equal to 6 and y1 is equal to 6 plus 1 7. അപ്പോൾ നമുക്ക് y1 is equal to 7 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് y1 y2 y3 നമുക്ക് എന്ത് കിട്ടും? 7 3 -1 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എ ബി സിയുടെ വാല്യൂസ് കിട്ടും. ഓക്കെ അല്ലേ? എ എന്താണ്? x1 y1, ബി എന്താണ്? x2 y2, സി എന്താണ്? x3 y3. ഓക്കെ ആണോ എല്ലാവർക്കും? കുറച്ചൊരു ലെങ്തി ആയി പോയല്ലേ? ബട്ട് ഇറ്റ് ഈസ് സിമ്പിളായി ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. കാണുമ്പോൾ നമുക്ക് കുറച്ച് ശ്രുതിക്ക പറടാ. മാഡം y2 കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് y2 plus y3 അല്ലേ പോയെ? അതെ, ഇപ്പൊ y1 plus y2 equal to 10 അതെടുത്ത് തെറ്റില്ലല്ലോ? തെറ്റില്ല. കിട്ടാം, തെറ്റില്ല, സെയിം ആയിട്ട് കിട്ടും, കുഴപ്പമില്ല. നമുക്ക് ഏത് ഇക്വേഷൻ വേണമെങ്കിലും എടുക്കാം. ഫൈനൽ ആൻസർ വിൽ ബി സെയിം കേട്ടോ. യെസ്, ഓക്കെ. ഓക്കെ ആണോ? ക്വസ്റ്റൻ ഓക്കെ ആണോ? യെസ്. ഡൗട്ട്സ് ഉണ്ടോ ഇതിനകത്ത്? അല്ല. ഓക്കെ, നമുക്ക് റിട്ടൺ എക്സാമിന് ടൈം ആയല്ലേ? എടാ വേദിക വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ദിസ് ഒരു നല്ല ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണിത്. ഇറ്റ് വിൽ കം. അപ്പോൾ നിങ്ങൾ ചെയ്ത് പഠിക്കുക തന്നെ വേണം. ഓക്കെ, യെസ്. നമ്മൾ ആകെ ഒരു ക്വസ്റ്റൻ ഇന്ന് ചെയ്തുള്ളൂ, പക്ഷെ നമ്മുടെ ടൈം അപ്പായി അല്ലേ? ഓക്കെ, ഓക്കെ. അത് നമ്മൾ അടുത്ത ഇന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മുടെ ഇന്നലത്തെ MCQ, നമ്മുടെ ഇന്നലത്തെ ഡേ 3 MCQ ഡെയിലി എക്സാമിൽ ഫുൾ മാർക്ക് വാങ്ങിച്ച ആരൊക്കെയാണെന്ന് പറയാവേ. ഫുൾ മാർക്ക് വാങ്ങിച്ച ദിയ ദേവപ്രസാദ്. ഓക്കെ, ദിയ ദേവപ്രസാദ് ഇസ് ദെയർ. ജിഷ, ദെൻ അശ്വിൻ KP, ദെൻ ജാൻവി, ദെൻ ഐറിൻ മെറിയ റോണി, ദെൻ സാരംഗ്, പിന്നെ പ്രാർത്ഥന, ദേവനന്ദൻ B, ജെറിൻ ജോമി, ശ്രേയലക്ഷ്മി A, ആദിദേവ് കൃഷ്ണ A, റൂബി മറിയ, ആഞ്ചലിൻ മേരി. ഓക്കെ, ഇത്രയും ആൾക്കാരാണ് എന്ത് ചെയ്ത് ഇന്നലത്തെ നമ്മുടെ ഡെയിലി എക്സാമിൽ ഫുൾ മാർക്സ് വാങ്ങിച്ചേക്കുന്നത് കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ് എവരിബഡി, കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ് കേട്ടോ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ അടുത്ത എക്സാംസിൽ ഫുൾ മാർക്സ് വാങ്ങിക്കാൻ നോക്കണേ. ശരി, ഓക്കെ. നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം? എക്സാം ഇടാം അല്ലേ? ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചത്? ഈ ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് എന്താണ് കോർഡിനേറ്റ് ജോമെട്രി എന്ന് പഠിച്ചു അല്ലേ? നമ്മൾ വി സ്റ്റഡിഡ് അബൌട്ട് വാട്ട് ഈസ് കോർഡിനേറ്റ് ജോമെട്രി. ദെൻ വി സ്റ്റഡിഡ് അബൌട്ട് ഹൗ ടു പ്ലോട്ട് എ പെർട്ടിക്കുലർ പോയിന്റ് യൂസിങ് ദ 2 ആക്സസ് അല്ലെ? എക്സ് ആക്സസും വൈ ആക്സസും യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു പെർട്ടിക്കുലർ പോയിന്റിനെ നമുക്ക് മാർക്ക് ചെയ്യാൻ നമ്മൾ പഠിച്ചു അല്ലേ? പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? പിന്നെ നമ്മൾ സെക്ഷൻ ഫോർമുല പഠിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് പഠിച്ചു? അതിനുശേഷം നമ്മൾ മിഡ് പോയിന്റ് ഫോർമുല പഠിച്ചു അല്ലേ? പിന്നെ നമ്മൾ അത് യൂസ് ചെയ്തിട്ട് കുറേ ക്വസ്റ്റ്യൻസും ചെയ്തു. റൈറ്റ്? യെസ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടെ ചെയ്ത് നോക്കണേ. ബിക്കോസ് കോർഡിനേറ്റ് ജോമെട്രിയുടെ ക്വസ്റ്റ്യൻസ് ആണ്. x1 y1 ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ പണി പാളും അല്ലേ? ആക്ച്വലി ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആക്ച്വലി മെഡിറ്റേഷൻ ചെയ്യുന്നത് പോലെയാണ്. ഇന്ന് അങ്ങ് ചെയ്ത് ആൻസർ കിട്ടുമ്പോൾ ഒരു സന്തോഷം വരും അല്ലേ? ആ സന്തോഷം നിങ്ങളൊക്കെ എല്ലാവരും, മൈ നെയിം ഈസ് ആതിര. ഓക്കെ, ആ സന്തോഷം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? ഇടയ്ക്കിടെ അനുഭവിക്കണം. അപ്പോൾ നമുക്ക് മാത്സ് എക്സാം ഒക്കെ എഴുതി വരുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് ഫുൾ ഹാപ്പി ആയിട്ട് ഇറങ്ങി വരാം. ഓക്കെ, ഒരു വലിയ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഹാപ്പിനെസ് ഉണ്ടാവാറുണ്ടോ? ഒരു വലിയ ക്വസ്റ്റ്യൻ ചെയ്ത് ലാസ്റ്റ് നമുക്ക് ആൻസർ കറക്റ്റ് കിട്ടുമ്പം ആ 2 വര ഇങ്ങനെ ഇടുമ്പോൾ ഒരു സന്തോഷം ഇല്ല? ഉണ്ടാവാറില്ല? എനിക്കുണ്ടാവാറുണ്ട് കേട്ടോ. അതിലൊക്കെ സന്തോഷം കണ്ടെത്തണം. ഓക്കെ, കിട്ടിയോ? ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയോ? എക്സാം ഇട്ടുണ്ട്, ക്വസ്റ്റ്യൻ കിട്ടിയോ? ഉണ്ടല്ലേ? യെസ്. അപ്പോൾ എന്ത് ചെയ്യുക? ഇടയ്ക്കിടയ്ക്ക് സന്തോഷങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, കോർഡിനേറ്റ് ജോമെട്രി, ഓൾജിബ്ര, അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പരിപാടിയില്ലേ? പെയർ ഓഫ് ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് ചെയ്തു നോക്കുക കേട്ടോ.
കുറച്ച് പണിപ്പെട്ടാലും നമുക്ക് എന്ത് ചെയ്യും, കറക്റ്റായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് 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 ശീലമാവണം കേട്ടോ. ഐ എം ഫ്രം കണ്ണൂർ. പക്ഷെ ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് എറണാകുളത്താണ്. ഓക്കെ, എന്തൊറ്റി കൃപ, മനസ്സിലാവുന്നില്ലേ പറയുന്നത്? പ്രൊണൗൺസിയേഷൻ മനസ്സിലാവുന്നില്ലേ? അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയണേ മക്കളെ, മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ. പക്ഷെ ക്വസ്റ്റ്യൻ എഴുതണ്ടല്ലോ. ക്വസ്റ്റ്യൻ എഴുതണ്ട, ക്വസ്റ്റ്യൻ നമ്പർ മാത്രം എഴുതിയാൽ മതി കേട്ടോ. കിട്ടിയല്ലോ, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ, ശരി, പെട്ടെന്ന് എഴുതും. മാം എനിക്ക് കിട്ടിയില്ല. കിട്ടിയില്ല? ഒന്ന് പുറകിൽ നിങ്ങളുടെ 90+ന്റെ അവിടെ പോയിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിയേ. ജോയിൻ അതിലല്ലേ ഇത്? എന്തോ ഇതിലാ എടുക്കുന്നത്? എടാ സാധാരണ നിങ്ങളുടെ 90+ൽ ലോഗിൻ ചെയ്യുന്ന സെയിം ഹോം പേജിൽ, 90+ന്റെ ഹോം പേജിൽ. ഓക്കെ. ഓക്കെ, കിട്ടിയോ? ഇതെന്താ മിസ് ഡെയിലി എക്സാം ആണ്. ഡെയിലി എക്സാം അല്ല, ഡെയിലി എക്സാം അല്ല, റിട്ടൺ എക്സാം. ശ്രീ പാർവതി ഒന്നും കൂടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാവോ? അല്ല, ഒന്ന് ലോഗ് ഔട്ട് ചെയ്ത് ലോഗിൻ ചെയ്യാവോ? ഓക്കെ, മിസ് ഇത് കേറുന്നതിലല്ലേ എന്തോ ക്ലാസ്സിൽ ജോയിൻ ആവുന്ന? ജോയിൻ ആവാൻ വേണ്ടി നമ്മൾ ജോയിൻ ക്ലാസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു സ്ഥലമില്ലേ, അവിടെ താഴെ എക്സാം ചെയ്തിട്ടില്ലാണ് ടുഡേസ് എക്സാം. ടുഡേസ് എക്സാം അതന്നെ അതന്നെ തന്നെ. ഓക്കെ മിസ്. ഓക്കെ, യെസ് യെസ്. മാം ക്വസ്റ്റ്യൻ എഴുതണ്ടല്ലോ. വേണ്ട കേട്ടോ, ക്വസ്റ്റ്യൻ എഴുതണ്ട കേട്ടോ. ശ്രീ പാർവതി കിട്ടിയോ മോളെ? ഇപ്പോഴല്ലേ? മോള് നമ്മുടെ പോർട്ടലിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്ത് ഒന്നുകൂടെ ലോഗിൻ ചെയ്ത് നോക്കിയോ? ഒന്ന് ചെയ്ത് നോക്കാം, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവോ?
കിട്ടിയല്ലേ? ഓക്കെ ശ്രീ പാർവതി, ഓക്കെ ഓക്കെ. മിസ്, ആ തേർഡ് ക്വസ്റ്റ്യന്റെ അതിന്റെ ആൻസർ എങ്ങനെ കിട്ടിയത് എഴുതണോ? നോക്കട്ടെ ഞാൻ. ജസ്റ്റ് ഗിവ് മീ എ സെക്കൻഡ്. വേണ്ടടാ, ഒരു മാർക്കല്ലേ ഉള്ളൂ. ഓ അത് സോറി, ആൻസർ അത് മാത്രം മതിയാവോ? ഓക്കെ. ആക്ച്വലി ബാക്കി എല്ലാം എക്സ്പ്ലനേഷൻ ഉള്ള ക്വസ്റ്റ്യൻസ് ആണല്ലേ? യെസ് മിസ്. അപ്പോൾ ഇതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തോ. എക്സ്പ്ലെയിൻ ചെയ്താൽ എക്സ്പ്ലെയിൻ നമുക്ക് ചെയ്യണം. മാർക്ക് ചെയ്തോ. കാരണം എക്സ്പ്ലെയിൻ ചെയ്താൽ നമുക്ക് മാർക്ക് കുറയത്തില്ലല്ലോ. അഥവാ ഇനി ചെയ്യാണ്ട് കുറഞ്ഞാലോ? കാരണം ബാക്കിയൊക്കെ എക്സ്പ്ലനേഷൻ ഉള്ള ക്വസ്റ്റ്യൻസ് അല്ലേ. ചെയ്തോ. ഓക്കെ. ഓക്കെ, ശരി. എഴുത്ത് ക്വസ്റ്റ്യൻ ഗ്രാഫിൽ ചെയ്യണോ? എയ്ത്ത് ക്വസ്റ്റ്യനാ? എയ്ത്ത് ക്വസ്റ്റ്യൻ നോക്കട്ടെ, ഒരു സെക്കൻഡ് എടാ. വേണ്ട, അത് ഗ്രാഫിൽ ചെയ്യേണ്ടതല്ല. എഗെയിൻ അത് ഗ്രാഫിക്കൽ അല്ല, അത് തിയറട്ടിക്കൽ ചെയ്യണം കേട്ടോ. തിയറട്ടിക്കലി നിങ്ങൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ തിങ്ക് അബൌട്ട് വാട്ട് ഹാപ്പൻസ് ഇഫ് ദേ ആർ ഓൺ എ സർക്കിൾ. സർക്കിളിന്റെ മേലിലാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൺ? സർക്കിളിന്റെ പ്രോപ്പർട്ടി എന്താണ്? എന്തായിരിക്കും കോൺസ്റ്റന്റ്? കോൺസ്റ്റന്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഏത് ഫോർമുല യൂസ് ചെയ്യണം? ഓക്കെ.
ടീച്ചർ ഈ പറയടാ. പറഞ്ഞു. സെക്കൻഡും തേർഡും ക്വസ്റ്റിന് കോർഡിനേറ്റ്സ് മാത്രം എഴുതിയാൽ മതി. സെക്കൻഡ് അത് എക്സ്പ്ലെയിൻ ചെയ്യണം. അതാ പറഞ്ഞടാ, ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും എക്സ്പ്ലെയിൻ അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പോൾ ബെറ്റർ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. ഓക്കെ, ആക്ച്വലി ഒരു മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ, ഒരു മാർക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് മറ്റേത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആയതുകൊണ്ട് വാട്ട് ഇഫ് നമ്മൾ നോക്കുന്ന ടീച്ചർ അതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം പറയുന്നെങ്കിലോ. ഓക്കെ ഓക്കെ. മിസ് Yes. ആറാമത്തെ ക്വസ്റ്റ്യനിൽ സ്റ്റെപ്പ് ചെയ്തണ്ടേ 2 മാർക്കിന്റെ. ഓഫ് കോഴ്സ് എഴുതണം. അല്ല, സ്റ്റെപ്പ് ഷോർട്ട് ആക്കിയിട്ട് എഴുതിയ കുഴപ്പമുണ്ടോ? ഇക്വേഷൻ എഴുതണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുന്നതിന് സ്റ്റെപ്സ് 2-3 കട്ടായാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പക്ഷേ ഇക്വേഷൻ എഴുതണം. യു ഹാവ് ടു റൈറ്റ് ദ ഇക്വേഷൻ, യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ആൻഡ് യു ഹാവ് ടു ഗോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഓക്കെ. ഓക്കെ എടാ, നിങ്ങൾ സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് 8 o'clock അല്ലേ. അപ്പോൾ നിങ്ങളത് എക്സാം ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തേക്കാവോ? ഒരു 8:15 വരെയൊക്കെ നിങ്ങളുടെ പോർട്ടൽ ഓപ്പൺ ആയിരിക്കും. ഓക്കെ, 20 minutes നമ്മുടെ ടൈം. മാം എക്സാം കഴിഞ്ഞിട്ട് എന്താ ചെയ്യണ്ടേ? എക്സാം കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കുക. നമ്മൾ എഴുതിയ പേപ്പർ അല്ലേ, അതിന്റെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ അതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഇല്ലേ മോളെ, നമ്മള് അപ്ലോഡ് എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കാണും, സബ്മിറ്റ് എന്നോ. മാം ക്ലാസ് ടീച്ചർക്ക് അയച്ചാൽ മതിയോ? ഇഫ് യു എനി ഇഷ്യൂ ഇൻ അപ്ലോഡിങ് ക്ലാസ് ടീച്ചറാണ് കോൺടാക്ട് ചെയ്യേണ്ടത് കേട്ടോ. ആ പുള്ളിക്കാരെ നിങ്ങൾ ഗൈഡ് ചെയ്യും. ഓക്കെ, ലാപ്ടോപ്പ് ആണെങ്കിൽ നിങ്ങൾ ഫോണിൽ ലോഗിൻ ചെയ്യാം. ഫോണിൽ ഇതേപോലെ ലോഗിൻ ചെയ്യാം. അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്ക് നമ്മളിപ്പോൾ വാട്സാപ്പ് ഒക്കെ ലാപ്ടോപ്പിൽ ലോഗിൻ ആണെങ്കിൽ നമുക്ക് ഫോട്ടോസ് അയക്കാമല്ലോ. ഒന്നുകിൽ അങ്ങനെ അയക്കാം, അല്ലെങ്കിൽ ഫോണിൽ 90+ ആപ്പിൽ ലോഗിൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ ശ്രീ പാർവതി, ഓക്കേടാ ശരി. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സൈസ് ഒക്കെ ഇഷ്യൂ വരാറുണ്ട് പൊതുവേ. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് വരുവാണെങ്കിൽ പ്ലീസ് കോൺടാക്ട് യുവർ ക്ലാസ് ടീച്ചർ, ഷീ വിൽ ഗൈഡ് യു കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് മാം പറഞ്ഞു തരും. ഓക്കെ, സോ യെസ്, സോ താങ്ക് യു സോ മച്ച് എവറിബഡി. Okay, Kripa. So thank you so much. Bye-bye. I hope to see you all with another exciting chapter. Yes, Para. അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താ? ഡൗട്ട് ഉണ്ടാവാനോ? എക്സാം അല്ലേ, എക്സാം അല്ലേടാ. എന്തായാലും ഞാൻ ആൻസർ പറഞ്ഞു തരത്തില്ല, ഉറപ്പാ. അല്ലേ, ഇതേപോലെ സ്റ്റെപ്സ് എഴുതണോ അല്ലെങ്കിൽ അതൊന്നും ചോദിക്കാൻ പാടില്ല ആക്ച്വലി അല്ലേ. 2 മാർക്കാണ് സ്റ്റെപ്സ് എഴുതണം, നമുക്കറിയാം. ഓക്കെ, റിട്ടൺ എക്സാമിന്റെ മാർക്സ് മാം നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഷീൽ ബി ഗൈഡിങ് യു വിത്ത് ദാറ്റ്. ഓക്കെ ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഷാൽ വി വൈൻഡ് അപ്പ്? യെസ്, സോ ബൈ, താങ്ക് യു, ഹാവ് എ ഗ്രേറ്റ് ടൈം. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ഓക്കെ താങ്ക് യു. യെസ്, അപ്പോൾ എന്ത് ചെയ്യാന്ന് പറയാം, നിങ്ങൾ ഈ പർട്ടിക്കുലർ ചാപ്റ്ററിൻ്റെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതേപോലെ ഈ ട്രയാങ്കിളിൻ്റെ ക്വസ്റ്റ്യൻ, സർക്കിളിൻ്റെ ക്വസ്റ്റ്യൻ, സ്ക്വയറിൻ്റെ ക്വസ്റ്റ്യൻ, അങ്ങനെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് സോൾവ് ചെയ്യുക.
കേട്ടോ. നിങ്ങൾക്ക് മെറ്റീരിയൽ തന്നിട്ടില്ലേ? 90+ മെറ്റീരിയൽ, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉള്ള മെറ്റീരിയൽ ഒക്കെ ഇല്ലേ? അതൊക്കെ ക്വസ്റ്റ്യൻ മാത്രം നോക്കി നിങ്ങൾ ആൻസർ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം അത് അവരെങ്ങനെ ചെയ്തെന്ന് നോക്കുക. ഓക്കെ, സോ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുക. ഗെറ്റ് യുവർ സെൽഫ് ഫെമിലിയർ വിത്ത് ദ കോർഡിനേറ്റ്സ് കേട്ടോ. കോർഡിനേറ്റ്സ് എക്സ്പ്ലെയിൻ കാണുമ്പോൾ നിങ്ങൾ ടെൻഷൻ ആവാൻ പാടില്ല. നിങ്ങളെ ഫ്രണ്ട്സിനെ പോലെ ട്രീറ്റ് ചെയ്യുക അവരെ. ഓക്കെ ഓക്കെ, സോ താങ്ക് യു, ബൈ, ഹാവ് എ ഗ്രേറ്റ് ടൈം, ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ.